കുതിരപ്പുറത്തിരിക്കുന്നു എന്നുള്ളത് മാത്രം കൊണ്ട് ആളുകൾ കാണുകയില്ലല്ലോ. ഒരാൾ ദിവസവും കുതിരപ്പുറത്ത് പോയി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ ടെലിവിഷൻ കാണില്ലല്ലോ. ഒന്നുമില്ല, വാർത്തകളെ നമ്മൾ വല്ലാതെ ട്രിവിയലൈസ് ചെയ്യുന്നുണ്ടോ, പിന്നെ വല്ലാതെ സെൻസേഷണൽ ആക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രസക്തമാണ്. ഞാൻ അതിനെ പൂർണ്ണമായും നിരാകരിക്കുകയൊന്നുമല്ല. പക്ഷേ ഈ പറഞ്ഞ മരണ വീടുകളിലും അതുപോലെ തന്നെ ഈ സെലിബ്രിറ്റികൾ വരുന്ന പരിപാടികളിലൊക്കെ നിങ്ങൾ ആ വിഷ്വൽ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, മൊബൈലുമായിട്ട് ഈ പറഞ്ഞ കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ് അവരെ. പ്രത്യേകിച്ച് ഈ അടുത്ത് ഇപ്പോൾ സിദ്ദിഖിൻ്റെ വീട്ടിൽ അയാളുടെ സ്കൂളിൽ പോയ കുട്ടി വാഹനാപകടത്തിൽ മരിച്ചു എന്ന് ടെലിവിഷനിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം വളരെ വലുതല്ലേ. അപ്പോൾ കുറച്ചൊക്കെ മാറുന്നുണ്ട്, ഭാഷയിലൊക്കെ മാറ്റം വരുന്നുണ്ട്. പക്ഷേ ഇനിയും മാറണം. ഈ പ്രൈവസിയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ച വിമർശനം വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. മാപ്ര എന്ന പേരിന് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, പേരിൻ്റെ പ്രശ്നമല്ല, നിങ്ങളത് ഏത് രൂപത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ എനിക്ക് ഒരുപാട് സൈബർ അറ്റാക്കോ അല്ലെങ്കിൽ ചീത്തവിളിയോ ഒക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിനെ മൈൻഡ് ചെയ്യാറില്ല പരമ്പരാഗതമായി തന്നെ. പക്ഷേ ഇത് വേദനിപ്പിച്ച ഒരു സംഭവമാണ്. ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ നിങ്ങൾ സവിശേഷമായ അജണ്ടയുടെ, അങ്ങനെയൊന്നുമില്ല. ഇതിൽ വേറെ അജണ്ടയൊന്നുമില്ല, ഒറ്റ അജണ്ടയേ ഉള്ളൂ. അത് ഈ പറഞ്ഞ വ്യൂവർഷിപ്പ് എന്നതാണ്. വ്യൂവർഷിപ്പ് എന്നുള്ള അജണ്ടയുടെ പുറത്താണ് ചില വിഷയങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷേ മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ അഭിലാഷ് മോഹനാണ് ദ ക്യൂവിനൊപ്പം. സ്വാഗതം. 2008 കൈരളിയുടെ തുടങ്ങുന്നു, പിന്നീട് ഇന്ത്യ വിഷൻ, റിപ്പോർട്ടർ, മീഡിയ വൺ, ഇപ്പോൾ മാതൃഭൂമിയിൽ. അഭിലാഷ്, ഈ 15 വർഷത്തിലേറെയുള്ള മാധ്യമ പ്രവർത്തന അനുഭവത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം. ഒരു തുടക്കകാലത്തുള്ള ആ ഒരു സ്ഥിതിയിൽ നിന്ന് മാധ്യമ പ്രവർത്തനത്തിന് വന്ന മാറ്റങ്ങളും വാർത്തകൾക്കും വാർത്താ അവതരണങ്ങളിലൊക്കെ വന്ന മാറ്റങ്ങളെക്കുറിച്ച്. സത്യത്തിൽ അതൊരു വലിയ ചോദ്യമാണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് മാറ്റങ്ങൾ സ്വാഭാവികമാണ്. നമ്മുടെ മൊത്തത്തിലുള്ള മീഡിയ എക്കോസിസ്റ്റം മാറുന്നുണ്ട്. ആളുകൾ ന്യൂസ് കൺസ്യൂം ചെയ്യുന്ന രീതി മാറുന്നുണ്ട്. അതിനനുസൃതമായി മാറിയേ പറ്റൂ. വാർത്തയ്ക്കും വാർത്താ അവതരണ രീതിക്കും ഒക്കെ മാറിയേ പറ്റൂ. മാറിയില്ലെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആവും എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ 2008 ഞാൻ മാധ്യമപ്രവർത്തനം തുടങ്ങുമ്പോൾ നമ്മൾ റൺ ഡൗൺ എന്ന് പറയില്ലേ, ആദ്യ സ്ഥാനത്ത് വരുന്ന വാർത്തകളല്ല ഈ 2025 ആകുമ്പോൾ ആദ്യ സ്ഥാനത്ത് വരുന്ന വാർത്തകൾ. അപ്പോൾ വാർത്തയുടെ പ്രയോറിറ്റി പോലും വലിയ തോതിൽ മാറിയിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ വിപ്ലവം ഈ കാലത്താണ് വരുന്നത്. ഞാൻ 2008 കൈരളിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആളുകളൊക്കെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ സംഗതിയൊക്കെ അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. അന്ന് ആളുകളുടെ മൊബൈലിൽ ഈ ഇൻ്റർനെറ്റില്ല. അതൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞ് ആണത് വലിയ തോതിൽ പിന്നീട് ആൻഡ്രോയിഡ് വിപ്ലവമൊക്കെ വരുന്നതും പിന്നീട് നമ്മുടെ നാട്ടിലെ ഡാറ്റ വളരെ ചീപ്പാവുന്നതും ആളുകൾ വലിയ തോതിൽ ഇങ്ങനെ അവരുടെ സ്വന്തം കയ്യിലുള്ള ഡിവൈസിൽ ഈ പറഞ്ഞ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്നതൊക്കെ പിന്നീടുള്ള ഘട്ടത്തിലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം വാർത്തയുടെ ഉള്ളടക്കത്തിൽ വന്നിട്ടുണ്ട്, പരിചരണ രീതിയിൽ വന്നിട്ടുണ്ട്. പരമാവധി ആളുകളെ കാണിക്കുക എന്നുള്ളതാണല്ലോ, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള മാറ്റം കണ്ടന്റിൽ വന്നിട്ടുണ്ട്, അതിന്റെ ട്രീറ്റ്മെന്റിലും വന്നിട്ടുണ്ട്, എല്ലാ സ്വഭാവങ്ങളിലും വന്നിട്ടുണ്ട്. അഭിലാഷ്, ഈ കോളേജ് പഠന ശേഷം ഇത് തെരഞ്ഞെടുക്കുന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? ആക്സിഡന്റലി സംഭവിച്ചതാണോ, അതല്ല ഇപ്പൊ നിൽക്കുന്ന ഈ സ്റ്റേജിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഈ ഒരു കരിയർ എങ്ങനെ സംസാരിക്കും? ആക്സിഡന്റലി സംഭവിച്ചതല്ല. ഇപ്പോൾ നമ്മൾ എന്തായി തീരണം എന്നുള്ള ഒരു ആലോചനയൊക്കെ നടക്കുന്നത് ഒരു സ്കൂൾ ഘട്ടങ്ങളിലൊക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ +2 പഠിക്കുന്ന ഘട്ടത്തിൽ +2 ശേഷം ഒരു വഴിത്തിരിവാണ്, എവിടേക്ക് പോകണം. ഞാൻ സയൻസ് സ്ട്രീമിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ എനിക്കൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എവിടേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ആ കാലഘട്ടത്തിൽ ഞാൻ +2 കഴിഞ്ഞ ശേഷം എൻ്റെ അന്നത്തെ അധ്യാപകരെ മീറ്റ് ചെയ്തപ്പോൾ അവരാണ് ഇങ്ങനൊരു സജഷൻ മുന്നോട്ട് വയ്ക്കുന്നത്, ജേർണലിസം എനിക്ക് ചേരും. കാരണം നമ്മുടെ സ്കൂളിലെ ആക്ടിവിറ്റീസൊക്കെ വെച്ച് അവരുടെ ഒരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു, അത് കറക്റ്റായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നി. ജേർണലിസം പഠിക്കുക എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് അപ്പോഴാണ്, അതായത് എൻ്റെ അധ്യാപകരുമായി അന്ന് +2 റിസൾട്ട് വന്ന ശേഷം സംസാരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു തോട്ട് വരുന്നത്. അതനുസരിച്ചാണ് ഞാൻ അന്ന് ജേർണലിസം ഡിഗ്രി വളരെ അപൂർവമാണ്. അപ്പോൾ അന്വേഷിച്ചു ജേർണലിസം ഇവിടെ പഠിക്കാൻ പറ്റും എന്ന്. അപ്പോൾ ജേർണലിസം സബ്സിഡിയറി ആയി വരുന്ന കോഴ്സ് ഉണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് ഞാൻ അങ്ങനെ ജേർണലിസം സബ് ഉള്ളതുകൊണ്ട് ഫങ്ഷണൽ ഇംഗ്ലീഷിന് ഡിഗ്രിക്ക് ചേർന്ന്, അപ്പോൾ അന്ന് മുതൽ, അതായത് ഞാൻ ഡിഗ്രിക്ക് ചേർന്നത് തന്നെ ഇതിൽ ജേർണലിസം സബുള്ള ഒരു കോഴ്സാണ് എന്നുള്ളത് കൊണ്ടാണ്. അതിനുശേഷം ഞാൻ അതിനുശേഷം PG ജേർണലിസം ചെയ്തു. ജേർണലിസ്റ്റ് ആവണം എന്നുള്ളത് എൻ്റെ ഒരു 17ാമത്തെ വയസ്സിലൊക്കെയുള്ള ഒരു തീരുമാനമാണ്. ഫസ്റ്റ് തോട്ട് വന്ന അതിൽ കുട്ടിക്കാല അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ രൂപപ്പെടുത്തിയത് എങ്ങനെയാണെന്നുള്ളത്? ഞാൻ ഇപ്പോൾ കുട്ടിക്കാലം മുതൽ നമ്മുടെ ഒരു താല്പര്യം, ഇപ്പോൾ എൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, അതിൽ രാഷ്ട്രീയം വരും, സാംസ്കാരികം വരും, സ്പോർട്സ് വരും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ കുട്ടിക്കാലത്തെ അനുഭവങ്ങളെന്ന് പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ നമ്മൾ റേഡിയോ വാർത്തയ്ക്ക് കാത്തിരിക്കുന്നത് മുതൽ പത്രം വരാൻ കാത്തിരിക്കുന്ന ഞാനൊരു മലയോര മേഖലയിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ കൊച്ചി നഗരത്തിൽ രാവിലെ 5 മണിക്കോ 6 മണിക്കൊക്കെ പത്രം കിട്ടും. അവിടെയൊക്കെ ചിലപ്പോൾ പത്രം വരാൻ 10 മണിയൊക്കെ കഴിയും. ഞാൻ പത്രം വരാൻ വേണ്ടി കാത്തിരുന്ന അവധിക്കാലങ്ങളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുമല്ലോ.
അങ്ങനെ ന്യൂസിനോടൊരു ക്രേസ് വളരെ ചെറുപ്പം മുതൽ എനിക്ക് ഉണ്ടായിരുന്നു. അത് എല്ലാത്തരം വാർത്തകളോടുമുള്ള ഒരു താല്പര്യമാണ്. അപ്പോൾ ആ താല്പര്യം എൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ജേർണലിസ്റ്റ് ആവണം അല്ലെങ്കിൽ ഈ പത്രപ്രവർത്തന രംഗത്ത് വരണം അല്ലെങ്കിൽ വരും എന്നൊന്നും ഞാൻ ഈ പറഞ്ഞ കുട്ടിക്കാലത്ത് വിചാരിച്ചില്ല. അതിലേക്കുള്ള ഒരു സൂചന കിട്ടുന്നത് അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ളൊരു ബോധം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ +2 കഴിയുന്ന വേളയിലാണ്. ഈ സ്കൂൾ പഠനകാലത്തോ അല്ലെങ്കിൽ കോളേജ് പഠനകാലത്തൊക്കെ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം, അതല്ലെങ്കിൽ അവിടുത്തെ യൂണിയൻ, അതല്ലെങ്കിൽ ഈ കൂട്ടായ്മകൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഭാഗമായിരുന്നു എപ്പോഴെങ്കിലും. ഒരു സൊസൈറ്റിയിൽ ഇടപെടുന്ന ഒരു ഫീൽഡിലൂടെയല്ല മാധ്യമ പ്രവർത്തനം. അതിനെ ഏതെങ്കിലും നിലയ്ക്ക് ഇതൊക്കെ ബാധിച്ചിട്ടുണ്ടോ? ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് ചുറ്റിലുമുള്ള എന്തിനോടും പ്രതികരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും ഇപ്പോൾ ഞാനിപ്പോൾ +2 പഠിക്കുന്ന സമയത്താണെങ്കിൽ അന്ന് ആ സ്കൂളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയമില്ല, പക്ഷെ നമുക്ക് കൂട്ടായ്മയുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കൂട്ടായ്മകളുടെ ഭാഗമായിട്ട് സാംസ്കാരിക സദസ്സുകൾ സംഘടിപ്പിക്കുക, അത് അധ്യാപകരുടെ കൂടി നേതൃത്വത്തിലുള്ള കൂട്ടായ്മകളാണ്. അങ്ങനെയാണ് ഞാൻ ഈ പ്രസംഗമൊക്കെ തുടങ്ങുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ്. അതിനുശേഷം കോളേജിൽ പഠിക്കുമ്പോഴാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ വളരെ സജീവമായി വരുന്നത്. അതിനുമുമ്പ് നമുക്ക് കൃത്യമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട്, ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ അഭിപ്രായങ്ങളും അതുപോലെ തന്നെയുള്ള നമ്മുടെ പക്ഷവും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്കൊക്കെ വരുന്നത്. അതിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് വളരെ സജീവമായി ക്യാമ്പസിൽ അവിടെ വളരെ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ട ആളാണ്. ഞാൻ SFI യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിൽ. പിന്നെ സെനറ്റിലേക്ക്, കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ അളവിൽ. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകനാവുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഒരു കാര്യത്തോടുള്ള നമ്മുടെ പ്രതികരണം അല്ലെങ്കിൽ നമ്മളതിൽ ഇടപെടുക എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ എൻ്റെ വഴി പിന്നീട് അതിൽ എനിക്ക് വളരെ കൃത്യമായ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്നത്, അതായത് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ ഏറ്റവും സമര കലുഷിതമായ കാലം സംഭവിക്കുന്നത്. അത് കണ്ണൂരിൽ. അത് നോക്കൂ, ആ സമയത്താണ് രജനി എസ് ആനന്ദ് എന്ന ഒരു വിദ്യാർത്ഥിനി പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഓഫീസിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിക്കുന്നത്. ഫീസ് അടയ്ക്കാൻ വയ്യാതെ അമ്പാടി എന്ന് പറയുന്നൊരു കുട്ടി മരിക്കുന്നത്. ആ സമയത്താണ് ഇവിടെ ഒരു വലിയ വിദ്യാഭ്യാസ സംഗമം നടക്കുന്നത്. കൗൺസിലിംഗ്, ഈ സ്വാശ്രയ പ്രശ്നം അതിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയമാണ്. കലുഷിതമായ സാഹചര്യം കൂടിയായിരുന്നു. അതെ. ഈ സ്വാശ്രയ കൗൺസിലിംഗ്, അന്നത്തെ ഈ മൊത്തത്തിലുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് കൗൺസിലിംഗ് തടയാൻ SFI തീരുമാനം എടുക്കുന്നതൊക്കെ ഈ ഘട്ടത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിച്ച 3 വർഷവും കേരളത്തെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഇപ്പോൾ പല കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഒക്കെ ഉള്ള ആ സമയത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് ലാത്തി പ്രയോഗിക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ്. ഞാനപ്പോൾ അതിൻ്റെ തൊട്ട് അപ്പുറത്തുണ്ട്. അതുപോലെ ഈ ആദ്യമായിട്ട് എന്താ പറയുക, വലിയ തോതിലുള്ള ഗ്രനേഡ് പ്രയോഗമൊക്കെ തിരുവനന്തപുരത്തൊക്കെ നടക്കുന്ന സമയത്ത്, തിരുവനന്തപുരത്ത് മാത്രമല്ല കേരള വ്യാപകമായി പോലീസ് വലിയ തോതിൽ ഈ വിദ്യാർത്ഥികളെ അടിച്ചമർത്തുകയൊക്കെ ചെയ്യുന്ന, ശരിക്കും പറഞ്ഞാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു പ്രക്ഷുബ്ധ കാലം അതിന് മുമ്പുണ്ടായിരുന്നു. 90കളിൽ 93, 96 ഘട്ടത്തിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം പിന്നീട് ഈ 2001 ആ സമയമാണ്, 2001, 2006 ഘട്ടമാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ കോളേജിൽ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ആ റൂട്ട് തെളിയുന്നത് കൈരളിയിലൂടെ ആയിരുന്നല്ലോ. അപ്പോൾ ജോൺ ബിട്ടാസ് സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ രൂപപ്പെട്ട് വരുന്ന ഒരു തുടക്കകാലം എങ്ങനെയിരുന്നു? അതായത് കൈരളിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് ഇപ്പോൾ ഇതുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള കാര്യമല്ല കേട്ടോ. ഞാൻ ജേർണലിസം PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ അവസാന മാസങ്ങളിൽ നമുക്ക് ഇൻറ്റേൺഷിപ്പ് വേണം. അപ്പോൾ ഇൻറ്റേൺഷിപ്പിന് മുമ്പ് തന്നെ ചില സ്ഥാപനങ്ങളുടെ പരീക്ഷകൾ വന്നു. അപ്പോൾ ഞാൻ അപ്പോൾ ടെലിവിഷൻ വേണം, പത്രം വേണം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ മനോരമ അടക്കമുള്ള സ്ഥാപനങ്ങളുടെ പരീക്ഷ എഴുതിയിട്ടുണ്ട് ആ ഘട്ടത്തിൽ. വേറൊരു ടെലിവിഷൻ ചാനലിൻ്റെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പത്രവും 2 ചാനലും ഈ പരീക്ഷയും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഘട്ടത്തിൽ ഞാൻ കൈരളി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കൈരളിയുടെ മെയിൻ സ്റ്റുഡിയോ. ഞാൻ അവിടെ തിരുവനന്തപുരത്താണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഇനി അതിനുശേഷം എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഹോസ്റ്റലിൽ നിൽക്കുകയാണ് ആ സമയത്ത്. ഞാൻ ആദ്യം കൈരളിയിൽ പോയി വരുന്നത് ഹോസ്റ്റലിൽ നിന്നുകൊണ്ടാണ്. കുറച്ച് അതെ, കാര്യവട്ടം ക്യാമ്പസിൻ്റെ. കാരണം എൻ്റെ കോഴ്സ് അവിടെ കഴിഞ്ഞിട്ടില്ല. എൻ്റെ കോഴ്സ് കഴിയാൻ 2-3 മാസം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഞാൻ കൈരളിയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അന്ന് കൈരളിയിൽ ജോയിൻ ചെയ്യാനുള്ള കാരണം എൻ്റെ കംഫർട്ട് എന്നുള്ളത് അതായിരുന്നു. അപ്പോൾ ഞാൻ കൈരളിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ പത്രത്തിൽ പരസ്യം വരുന്നത് ന്യൂസ് റീഡർമാരെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഞാനപ്പോൾ ന്യൂസ് റീഡർമാരെ ക്ഷണിക്കുന്നു എന്നൊരു പരസ്യം ആയതുകൊണ്ട് തന്നെ ഞാൻ അപേക്ഷിച്ചിട്ടില്ല. കാരണം ഒരു ന്യൂസ് റീഡർ ആവും എന്നുള്ളൊരു സങ്കല്പം എനിക്ക് ആ കാലഘട്ടത്തിലില്ല. ന്യൂസ് റീഡർമാരെ കുറിച്ച് നമുക്ക് കുറച്ച് കൺസെപ്റ്റൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ജേർണലിസ്റ്റ് ആവുന്നേ വിചാരിച്ചിട്ടുള്ളൂ. ഇത് ന്യൂസ് റീഡർമാരെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള പരസ്യമായ കാരണം അതിന് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മഹേഷ്, അവൻ തിരുവനന്തപുരത്തുകാരൻ തന്നെയാണ്, ഈ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റാണ്.
അപ്പോൾ എന്നോട് ചോദിച്ചു അപേക്ഷിച്ചോ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ന്യൂസ് റീഡറല്ലേ, അതുകൊണ്ട് ഞാൻ അപേക്ഷ കൊടുത്തിട്ടില്ല പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും. അപ്പോൾ ഞാൻ ലൈബ്രറി തന്നെ ഇരിക്കുക, ഒരു ബയോഡാറ്റ പ്രിൻറ്റ് ചെയ്താൽ. അപ്പോൾ എൻ്റെ അടുത്ത് ഫോട്ടോ ഇല്ല. ഞാൻ ഹോസ്റ്റലിൽ പോയി ഒരു ഫോട്ടോ എടുത്ത് ഇവൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. ഇവൻ വീട്ടിൽ പോകുന്ന വഴിക്ക് അവൻ്റെ അപേക്ഷ കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ അപേക്ഷയും കൊടുത്തു. അങ്ങനെയാണ് ശരിക്കും കൈരളിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കിട്ടിയപ്പോൾ കിട്ടി, കൈരളിയിൽ കിട്ടി. അങ്ങനെയാണ് ശരിക്കും ഞാൻ കൈരളിയിൽ ജോയിൻ ചെയ്യുന്നത്. അതല്ലാതെ നമ്മളിതൊരു ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് കൈരളിയിൽ ജോയിൻ ചെയ്യണം അല്ലല്ല. അന്നിപ്പോൾ എന്താ പറയുക, നമ്മൾ തമാശയ്ക്ക് പറയല്ലേ ലോക്കൽ സെക്രട്ടറിയുടെ കത്തോട് കൂടി വന്ന്, അങ്ങനെയല്ല, ആ സംവിധാനം അങ്ങനെയല്ല കേട്ടോ. അവിടുത്തെ അങ്ങനെയല്ല, അല്ല ആളുകൾ വിചാരിക്കും. അതുകൊണ്ട് ഇപ്പൊ എത്തി നിൽക്കുമ്പോൾ ഈ കൈരളിയിലെ ഒരു പരിശീലന കാലം 2 വർഷക്കാലമാണ് കൈരളിയിൽ ഉണ്ടായിരുന്നത്. അത് ആ ഒരു പരിശീലന കാലം ശരിക്കും എങ്ങനെയായിരുന്നു? കാരണം ഒരു പഠനത്തിൽ നിന്ന്, വിദ്യാർത്ഥിയിൽ നിന്ന് പിന്നീട് ഒരു ന്യൂസ് റൂമിലേക്ക് എത്തുകയാണല്ലോ. ശരിക്കും ന്യൂസ് റൂമിലേക്ക് എത്തുമ്പോഴാണ് ഈ പഠനം എന്ന് പറയുന്നത്. നമ്മൾ കുറേ സിദ്ധാന്തങ്ങൾ പഠിക്കുക, അതല്ലെങ്കിൽ തിയറി പഠിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് എൻ്റെ ഇൻറ്റേൺഷിപ്പും ശരിക്കും ഇതിൻ്റെ, അതായത് ഞാൻ ജോയിൻ ചെയ്ത് ട്രെയിനായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ ഇൻറ്റേൺഷിപ്പ്. അതല്ലാതെ അതെ, അതായത് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ അതല്ലാതെ എനിക്ക് വേറെ എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ക്യാമ്പസിൽ നിന്ന് നേരിട്ട് വന്നിട്ട് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് പരമാവധി ഇത് പഠിക്കുക. അപ്പോൾ ഡ്യൂട്ടി സമയം 8 മണിക്കൂറാണ്, പക്ഷേ അതിനപ്പുറത്ത് പരമാവധി കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അത് ശരിക്കും നല്ലൊരു പരിശീലന കളരിയായിരുന്നു. പിന്നെ നല്ല അന്തരീക്ഷമായിരുന്നു. എനിക്ക് വളരെ എന്താ പറയുക, നല്ല ഒരു ടീം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു താനും. അപ്പോൾ അങ്ങനെ കൈരളി, അപ്പോൾ നേരത്തെ പറഞ്ഞില്ല ജോൺ ബ്രിട്ടാസിൻ്റെ കാര്യം, ഞാൻ ആദ്യമായിട്ട് ലൈവ് ക്യാമറയിൽ അപ്പിയർ ചെയ്യുന്നത് ഒരു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ്. പാകിസ്ഥാൻ ബൗളർ മുഹമ്മദ് ആസിഫിനെ ICC ഈ ഉത്തേജകം ഉപയോഗിച്ചതിൻ്റെ പേരിൽ, മയക്കുമരുന്ന് ഉപയോഗിച്ചതിൻ്റെ പേരിൽ വിലക്കുന്ന ആ ഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു ലൈവ് കൊടുക്കുന്ന സമയത്ത്, ലൈവ് കൊടുത്തു കഴിഞ്ഞിട്ട് ജോൺ ബ്രിട്ടാസ് വിളിച്ചിട്ട് ഈ നമ്മളെങ്ങനെയാണ് ക്യാമറയിൽ ഫേസ് ചെയ്യേണ്ടത്, ചുറ്റും നോക്കാതിരിക്കണം, നമ്മൾ ഫോക്കസ്, നിങ്ങൾ ജനങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. മുമ്പിലൊരു ക്യാമറയാണെങ്കിലും ലക്ഷക്കണക്കിന് ജനങ്ങളെ ആണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ അവിടെ മുതൽ പിന്നെ ഗൈഡൻസ് കിട്ടുന്നുണ്ട്, നല്ല ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട് കൈരളിയിൽ. പിന്നെ എനിക്ക് വളരെ പെട്ടെന്ന് അവസരങ്ങളൊന്നും ഞാൻ സാധാരണ നിലയിൽ കിട്ടാത്ത വിധത്തിൽ, അതായത് ഞാൻ വാർത്ത വായിക്കുന്നത്, ഞാൻ ട്രെയിനായിട്ട് ജോയിൻ ചെയ്ത് ഒരു 3ാമത്തെ വീക്കിൻ്റെ തുടക്കത്തിലാണ്. ഞാനൊരു ജൂലൈ 10-ാം തീയതിയാണ് ജോയിൻ ചെയ്യുന്നത്. ജൂലൈ മാസം അവസാനം വാർത്താ അവതാരകനായി തുടങ്ങി. അതിനുശേഷം ലൈവ് വാർത്താ അവതാരകനായി. അതിനുശേഷം പിന്നീട് ഇത്രയും കാലം, ഇപ്പോൾ 2025 ഇത്രയും കാലം വാർത്താ അവതാരകനാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ചർച്ചകൾ ഞാൻ കൈരളിയിൽ തന്നെയാണ്. ഇപ്പോൾ ചർച്ചകളാണല്ലോ കുറച്ചുകൂടി. അപ്പോൾ ചർച്ചകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൈരളിയുടെ അന്നത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് ന്യൂസ് ആൻഡ് വ്യൂസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. അന്നത്തെ പ്രൈം ടൈമിലെ ചർച്ച, പ്രൈം ടൈം ചർച്ച. ഞാൻ പ്രൈം ടൈം ചർച്ച തുടങ്ങുന്നത് ഞാൻ അവിടെ ജോയിൻ ചെയ്ത ഒരു 6 മാസത്തിനുള്ളിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ 2008 ഡിസംബർ മാസത്തിലാണ്. അപ്പോൾ അത് ഒരു വലിയ അവസരമാണ്. സാധാരണ നിലയ്ക്ക് നമുക്ക് ട്രെയിനിങ് പീരീഡിൽ വാർത്ത വായിക്കാൻ അവസരം കിട്ടുക, അതിൽ തന്നെ ഏറ്റവും പ്രൈം ടൈം ചർച്ച നയിക്കാൻ അവസരം കിട്ടുക എന്നൊക്കെയുള്ളത് പക്ഷേ ഒരു വലിയ അവസരമായിരുന്നു. പിന്നീടാണല്ലോ ഇന്ത്യ വിഷനിലേക്ക് പോകുന്നത് 2 വർഷത്തിന് ശേഷം. അപ്പോൾ ഇന്ത്യ വിഷനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ആ ഒരു സ്കൂളിംഗ് എങ്ങനെയായിരുന്നു? ഇന്ത്യ വിഷനിലേക്ക് എത്തുന്നത്, എനിക്കിപ്പോൾ ആ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് ഇന്ത്യ വിഷൻ ഒരു ആവേശമായിരുന്നു. അപ്പോൾ ഞാൻ കൈരളിയിൽ നിൽക്കുമ്പോഴും ഇന്ത്യ വിഷനെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. കൈരളിയിൽ നിൽക്കുമ്പോൾ മാത്രമല്ല കേട്ടോ, ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ. അപ്പോൾ ഇന്ത്യ വിഷനിലേക്ക് ഒരു ക്ഷണം വന്നപ്പോൾ ഞാനത് വളരെ സന്തോഷപൂർവ്വം അപ്പം തന്നെ സ്വീകരിച്ചു. വേറൊന്നും ആലോചിക്കാതെ. എന്നെ MP ബഷീറാണ് വിളിക്കുന്നത്. അപ്പോൾ ബഷീർക്ക തിരുവനന്തപുരത്ത് വന്നു, ഒന്ന് കാണണമെന്ന് പറയുന്നു. കാണുന്നു. ഞാൻ അപ്പോൾ തന്നെ വേറെ എന്താ പറയുക, മറ്റ് വേറെ നെഗോസിയേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവസരം എന്ന നിലയ്ക്ക് ഇന്ത്യ വിഷനിൽ ചോദിച്ചത്, ഇന്ത്യ വിഷനിൽ ജോലി ചെയ്യുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ അങ്ങനെ ഇന്ത്യ വിഷനിൽ ജോയിൻ ചെയ്തു. ഇന്ത്യ വിഷൻ ഈ പറയുന്ന പോലെ വളരെ എന്താ പറയുക, വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ആ സമയത്ത്. പിന്നെ അതിൻ്റെ ഒരു സ്വീകാര്യതയും വളരെ വളരെ വലുതായിരുന്നു. പിന്നെ അന്ന് ഈ മൊബൈൽ ഫോൺ, യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുപോലെ പോപ്പുലർ ആയിട്ടുള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട് 2011 ഇലക്ഷൻ്റെ സമയത്തൊക്കെ ആളുകൾ ഞങ്ങൾ ഈ ബിഗ് സ്ക്രീനുകളൊക്കെ റെഡിയാണ്, നിങ്ങൾ റെഡിയല്ലേ എന്ന് ഫോണിൽ വിളിച്ച് ചോദിക്കുന്ന അനുഭവമൊക്കെ. അന്നൊക്കെ ഗൾഫിലുമൊക്കെ ഈ ബിഗ് സ്ക്രീൻ ഒക്കെ തയ്യാറാക്കി ചാനൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ അങ്ങനെ ആ നിലയ്ക്ക് ടെലിവിഷൻ്റെ ഒരു വലിയ പോപ്പുലാരിറ്റിയുടെ സമയം കൂടിയായിരുന്നു, സ്വീകാര്യതയുള്ള സമയമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡിജിറ്റൽ കൺസംഷൻ ആണല്ലോ. അപ്പോൾ ആളുകൾക്ക് യൂട്യൂബിൽ കാണാം ചാനലുകൾ തന്നെ. അന്ന് ഈ ടെലിവിഷനായിട്ട് തന്നെയാണല്ലോ. അതാണ് അതിനുശേഷം ഒരു റിപ്പോർട്ടറിലേക്ക് വരുന്നു. റിപ്പോർട്ടറിലേക്ക് ക്ലോസ് എൻകൗണ്ടർ പ്രോഗ്രാം പോലെയുള്ള പരിപാടികൾക്ക് വലിയ പ്രചാരം കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ ഈ സിനിമ ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും അതുപോലെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂസ് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്, ഇപ്പോഴും അതിലെ ക്ലിപ്പുകളൊക്കെ ഒരുപാട് ഓടുന്നുണ്ട്. അപ്പോൾ റിപ്പോർട്ടർ കാലയളവിനെ കുറിച്ച് ഓർക്കുന്നത് എങ്ങനെയാണ്? റിപ്പോർട്ടർ 2014 ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഇന്ത്യ വിഷൻ്റെ ഒരു എന്താ പറയുക, ഇന്ത്യ വിഷൻ അത്ര അതിൻ്റെ പോപ്പുലാരിറ്റി കുറഞ്ഞു തുടങ്ങിയിരുന്നു.
അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഞാൻ റിപ്പോർട്ടർ ടി വിയിൽ ജോയിൻ ചെയ്യുന്നത്. റിപ്പോർട്ടർ ടി വി ഇന്ത്യ വിഷൻ പോലെ തന്നെ ഒരു ജേർണലിസ്റ്റ് ഡ്രിവൻ ചാനൽ എന്നുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഒരുപാട് അവസരങ്ങൾ കിട്ടി. ഞാൻ വന്ന ദിവസം തന്നെ പ്രൈം ടൈമാണ് ചെയ്തത്. അപ്പോൾ അന്ന് 2 സ്ലോട്ട് ഉണ്ടായിരുന്നു. ഒരു സ്ലോട്ട് നികേഷ് സാർ ചെയ്യുമ്പോൾ ഒരു സ്ലോട്ട് ഞാൻ ചെയ്യുമായിരുന്നു, മാറി മാറി. പിന്നീട് ഇവിടെ പറഞ്ഞ് ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങിയത്, പിന്നെ അതിന് മീറ്റ് ദ എഡിറ്റേഴ്സ് എന്നുള്ള, ഇപ്പോഴത്തെ മീറ്റ് ദ എഡിറ്റേഴ്സ് അല്ല, അന്ന് സെലിബ്രിറ്റീസിനെ വെച്ചുകൊണ്ടുള്ള മീറ്റ് ദ എഡിറ്റേഴ്സ് ആണ്. എഡിറ്റർമാരെല്ലാം കൂടി ഒരു സെലിബ്രിറ്റിയെ നമ്മൾ എന്താ പറയുക ചോദിക്കും. അത് പക്ഷേ കുറച്ച് എന്താ ഒരു അത്ര നമ്മളൊരു ഡെവിൾസ് അഡ്വക്കേറ്റ് മോഡലല്ല, ലൈറ്റായിട്ടുള്ള ഇൻ്റർവ്യൂ പ്രോഗ്രാം ആയിരുന്നു അന്നത്തെ മീറ്റ് ദ എഡിറ്റേഴ്സ്. പിന്നെ ഇവിടെ പറഞ്ഞ ക്ലോസ് എൻകൗണ്ടർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ 2016 ആകുമ്പോൾ എം വി നികേഷ് കുമാർ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബ്രേക്ക് എടുക്കുന്നു. അപ്പോൾ വീണ ജോർജും ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി ബ്രേക്ക് എടുക്കണം. പിന്നെയുള്ളത് ഞാനാണ്. അങ്ങനെയാണ് ഞാൻ ക്ലോസ് എൻകൗണ്ടർ സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുമ്പ് ഞാൻ ഇന്ത്യ വിഷനിൽ ന്യൂസ് മേക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർവ്യൂ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പലരെയും അന്നത്തെ പി ടി തോമസിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ അദ്ദേഹം ഈ ഗാഡ്ഗിൽ കസ്തൂരി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സമയത്ത് വലിയ ഇതായിരുന്നു. അത് പക്ഷേ ഞാനൊരു 10 എപ്പിസോഡോ മറ്റോ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം എല്ലാ ആഴ്ചയും ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങുന്നത് ഈ ക്ലോസ് എൻകൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് 2016 മുതലാണ്. അപ്പോൾ ആ പരിപാടിയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല സെലിബ്രിറ്റീസും വന്നു. അതിന് ചില ഇൻ്റർവ്യൂസ് അങ്ങനെ അത്തരത്തിൽ ചർച്ചയായിട്ടുണ്ട്. പിന്നെ അത് കുറച്ചും കൂടി ടെലിവിഷനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു പ്രൈം സമയമായിരുന്നു. 2019 മീഡിയ വണിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. അപ്പൊ ഈ മീഡിയ വൺ എന്ന ഓപ്ഷൻ വരുന്നത് ശരിക്കും എങ്ങനെയായിരുന്നു? മീഡിയ വൺ എന്നുള്ള ഓപ്ഷൻ വരുന്നത്, മീഡിയ വൺ എന്നെ സത്യത്തിൽ 2013 തോന്നുന്നു ആ ചാനൽ തുടങ്ങുന്നത്. ആ തുടങ്ങുന്ന സമയം മുതൽ പലവട്ടം ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഓരോ ഘട്ടത്തിൽ ഞാൻ ആലോചിച്ചു. അപ്പോൾ പിന്നെ റിപ്പോർട്ടറിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള സമ്മർദ്ദം വരുമ്പോൾ റിപ്പോർട്ടറിൽ തന്നെ നിൽക്കും എന്നുള്ളതായിരുന്നു അവസ്ഥ. പിന്നീട് ഒരു ഘട്ടത്തിൽ ഞാൻ മീഡിയ വൺ അന്ന് റിപ്പോർട്ടറിൽ കുറച്ച് സാമ്പത്തികമായ ക്രൈസിസ് ഒക്കെ വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഞാൻ മീഡിയ വണ്ണിൽ ജോയിൻ ചെയ്യുന്നത്. അവിടെ നിലപാട് കോളം ശരിക്കും അഭിലാഷിന്റെ ഫേസ് പ്രോഗ്രാം ആയിരുന്നു. പിന്നീട് അവിടെ സ്പെഷ്യൽ എഡിഷൻ ചർച്ചകൾ വരുന്നു. പിന്നെ ഔട്ട് ഓഫ് ഫോക്കസിൽ സ്ഥിരം കാഴ്ചക്കാരുണ്ടായിരുന്നു. അഭിലാഷിന്റെ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്ന് ലീവ് എടുത്തപ്പോഴേക്കും പിന്നെ ഇന്റർവ്യൂ കൊടുക്കേണ്ടി വന്നു. അവിടെ തന്നെ എവിടെ പോയി എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ മീഡിയ വൺ കാലം ശരിക്ക് ഈ ഇത്രയും പ്രവർത്തി പരിചയമുള്ള അഭിലാഷിന്റെ അനുഭവത്തിൽ എങ്ങനെയായിരുന്നു? അതായത് ഇപ്പോൾ ഈ നമ്മുടെ ഈ പറഞ്ഞ ഡിജിറ്റൽ വിപ്ലവം, അതിൻ്റെ ഈ ഞാൻ ആദ്യം പറഞ്ഞ ഇന്ത്യ വിഷൻ കാലം എന്ന് പറയുന്നത് ടെലിവിഷൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണെങ്കിൽ ആളുകൾ വലിയ തോതിൽ ഫോണിൽ, ഡിജിറ്റൽ വേയിൽ, യൂട്യൂബിൽ അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വാർത്താ പരിപാടികൾ കാണുന്ന, അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു പീക്കിലെത്തിയ സമയമാണ് കോവിഡ് സമയം. 2020 കോവിഡ്. അപ്പോൾ ഈ ഔട്ട് ഓഫ് ഫോക്കസ് തുടങ്ങുന്നത് കോവിഡിന് ശേഷമുള്ള ഒരു സാഹചര്യത്തിലാണ്. 2020 നവംബറിലാണ് ഔട്ട് ഓഫ് ഫോക്കസ് തുടങ്ങുന്നത്. അന്നത്തെ മീഡിയ വണ്ണിൻ്റെ എഡിറ്ററായിട്ടുള്ള രാജീവ് ദേവരാജൻ്റെ ആശയമാണ് ഔട്ട് ഓഫ് ഫോക്കസ്. അതിൽ നമ്മളുടെ അഭിപ്രായം കേൾക്കാൻ അതൊരു പുതിയ ഫോർമാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വലിയ തോതിൽ പോപ്പുലറായി. നിലപാട് ആരംഭിക്കുന്നത് 2020 തുടക്കത്തിലാണ്. 2020 ഫെബ്രുവരിയിലാണ് ആരംഭിക്കുന്നത്. ആ സമയത്താണ് കഴിഞ്ഞ ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടായിരുന്നു ആദ്യത്തെ എപ്പിസോഡ്. അതിനുശേഷമാണ് ഡൽഹി കലാപം നടക്കുന്നത്. അന്ന് കുറച്ചുകൂടി ഇപ്പോൾ ഞാൻ ആ മീഡിയ വണ്ണിലുള്ള ഘട്ടം എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ കുഴമറിച്ചിലുകൾ നടക്കുന്ന സമയമാണ്. പൗരത്വ നിയമം വരുന്നു, അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ വളരെ ശക്തമാവുന്നു. അതിന് പിന്നാലെ കോവിഡ് വരുന്നു. കുറേയധികം ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ, അതിന് പറ്റുന്ന ഓഡിയൻസും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിലപാടൊക്കെ അത്തരം വിഷയങ്ങളിൽ കുറച്ച് നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. ഔട്ട് ഓഫ് ഫോക്കസും അങ്ങനെ വലിയ തോതിൽ പോപ്പുലറായി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കോവിഡിൻ്റെ സമയത്തൊക്കെ, എനിക്ക് കോവിഡ് വന്ന ഒരു 2 ആഴ്ച സമയത്താണ് ഈ പറഞ്ഞ ആളുകൾ കുറച്ച് ദിവസം കാണാതായ നമ്മൾ ആ ചാനൽ വിട്ട് വേറെ ചാനലിലേക്ക് പോകും എന്നൊരു ക്യൂരിയസ് ആയ കാര്യമാണ്. ഈ മീഡിയ വണ്ണിൽ ടോപ്പിക് സെലക്ഷൻ എല്ലാ കാലത്തും അഭിലാഷ് ഏത് വേദിയിൽ പോയാലും ചോദിക്കുന്നത് മീഡിയ വണ്ണിന്റെ രാഷ്ട്രീയം അഭിലാഷ് അവതരിപ്പിക്കുന്ന കണ്ടന്റിൽ ബാധിക്കാറുണ്ടോ എന്നുള്ളത്. ക്യാമ്പസിൽ പ്രോഗ്രാമിന് പോയാലും മറ്റ് സാഹിത്യ വേദികളിൽ പോയാലൊക്കെ ചോദിക്കുന്ന ചോദ്യം പ്രധാന ഇതായിരുന്നല്ലോ. അതിന് അഭിലാഷിന് വ്യക്തത വരുത്താൻ എങ്ങനെ കഴിയും? കാരണം മീഡിയ വണ്ണിന്റെ ഉടമസ്ഥാവകാശം, അതിന്റെ രാഷ്ട്രീയമൊക്കെ ഇപ്പോഴും ഈ പറയുന്ന ഔട്ട് ഓഫ് ഫോക്കസിന് ഇപ്പോൾ അടുപ്പ് കൂട്ടി ചർച്ച, ഇരുട്ടുമുറിയൊക്കെ ഇപ്പോഴും നിരന്തരം ലൈം ലൈറ്റിൽ നിൽക്കുകയാണല്ലോ. അപ്പൊ അഭിലാഷിന്റെ അനുഭവത്തിൽ അഭിലാഷ് എങ്ങനെ പറയും? ഒന്ന്, ഇപ്പോൾ മീഡിയ വണ്ണിന്റെ മുഖ്യ പ്രയോക്താക്കൾ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഘടകം ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ മീഡിയ വണ്ണിൽ ജോയിൻ ചെയ്യുമ്പോൾ അന്നത്തെ എഡിറ്റർ CL തോമസ് ആണ്. തോമസ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് മീഡിയ വൺ എഴുതപ്പെട്ട എഡിറ്റോറിയൽ പോളിസി ഉള്ള ഒരു സ്ഥാപനമാണ്. നമ്മൾ എഴുതപ്പെട്ട ഭരണഘടന എന്നൊക്കെ പറയുന്നത് പോലെ എഴുതപ്പെട്ട എഡിറ്റോറിയൽ പോളിസി ഉള്ള ഒരു സ്ഥാപനമാണ്. ആ എഡിറ്റോറിയൽ പോളിസി ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എഡിറ്റോറിയൽ പോളിസിക്ക് അനുഗുണമായി അല്ലാതെ മറ്റേതെങ്കിലും
എന്താ സമ്മർദ്ദത്തിനനുസരിച്ച് ഏതെങ്കിലും വർത്തമാനം പറയേണ്ട സാഹചര്യം ഉണ്ടാവില്ല ആണ് ആദ്യമേ എന്നോട് പറഞ്ഞൊരു കാര്യം. അതിനനുസരിച്ച് തന്നെയായിരുന്നു. അല്ല നമ്മുടെ ടോപ്പിക് സെലക്ഷനിൽ അങ്ങനെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്, വെൽഫെയർ പാർട്ടി, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, അവരങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ട അനുഭവമോ ഇത് ചെയ്യണം എന്ന ഒരു സമ്മർദ്ദമോ എന്നും അങ്ങനെ ഒരു പിന്നെ സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. നമ്മൾ പറയുമ്പോൾ കൃത്യമായി പറയണമല്ലോ. അതല്ലാതെ എനിക്ക് അങ്ങനെ ഇതിപ്പോൾ നിലപാട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്ന ഒരു സമ്മർദ്ദമോ അല്ലെങ്കിൽ ഗൈഡ് ലൈൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൽ ചില കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ പക്ഷെ നമ്മളിപ്പം മീഡിയ വണ്ണിൽ നിൽക്കുമ്പോൾ ഇപ്പം മീഡിയ വണ്ണിൻ്റെ ഒരു കണ്ടൻറ്റ് പരിസരത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവുമല്ലോ. ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാം അതല്ല അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അതിന് അനുസൃതമായി നമ്മൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പൊളിറ്റിക്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നു അങ്ങനെയല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. അതിനപ്പുറത്തിപ്പോൾ കൂടുതൽ പ്രേക്ഷകരുള്ളത് ഏത് തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴായിരിക്കും. ഈ വിഷയത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡൽഹിയിൽ ഒരു വലിയ അടിച്ചമർത്തൽ നടന്നാൽ സ്വാഭാവികമായും മീഡിയ വണ്ണിൽ ആ വിഷയം ഹൈലൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തിൽ അത് ചർച്ചയ്ക്കെടുക്കുമെന്ന് വിചാരിക്കുന്ന അത് പ്രതീക്ഷിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടാവുമല്ലോ. ആ പ്രേക്ഷകരുണ്ടാവും എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുമല്ലോ. അതനുസരിച്ച് അതല്ലാതെ വേറൊരു തരത്തിൽ മീഡിയ വണ്ണിൻ്റെ രാഷ്ട്രീയം ഇതാണ് അതുകൊണ്ട് ഞാൻ ആ രാഷ്ട്രീയം പറയുമെന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് ആ തരത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ നമ്മുടെ കെ റെയിൽ വിഷയത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ മീഡിയ വണ്ണിലാണ്. അപ്പോൾ ഒരു നിലപാടിൽ കെ റെയിലാണ് വന്നത്. അപ്പോൾ കെ റെയിലുമായി ബന്ധപ്പെട്ട് കേരളത്തെ സംബന്ധിച്ച് ഒരു അതിവേഗ റെയിൽ സംവിധാനം അനിവാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഭാഗം ആ നിലപാടിലുണ്ടായിരുന്നു. പക്ഷേ അത് സർക്കാർ ജനങ്ങളെ വിശ്വാസത്തിലെടുത്താണ് ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗവും. അപ്പോൾ ഈ കെ റെയിലിൻ്റെ ഈ എപ്പിസോഡ് അതൊക്കെ സാധാരണ നിലയിൽ പോയി. ഇതൊക്കെ കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് വളരെ യാദൃശ്ചികമായ വയനാട്ടിൽ വെച്ചിട്ട് ഈ വയനാട് ദുരന്തം നടന്ന സമയത്ത് ഒരു വെൽഫെയർ പാർട്ടിയുടെ സന്നദ്ധ സേവകരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലീഡറിനെ കണ്ടപ്പം നിങ്ങൾ മീഡിയ വൺ വിടുകയാണ് എന്ന് തീരുമാനമെടുത്തതിന് ശേഷം മീഡിയ വണ്ണിൽ നിന്ന് പോയ ശേഷമല്ല നിങ്ങൾ കെ റെയിലിനെ അനുകൂലിച്ച് മീൻസ് ആ വിശ്വാസമുള്ള ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും. പക്ഷെ അതല്ല, നമുക്ക് ആ കാര്യത്തിൽ എന്താണോ അഭിപ്രായം അത് പറയാൻ പറ്റുന്ന ഒരു വേദിയായി തന്നെയായിരുന്നു നിലപാടായാലും ഔട്ട് ഓഫ് ഫോക്കസ് ആയാലും. ആളുകളുടെ കൺസെപ്റ്റ് അങ്ങനെയാണ്. ഇപ്പൊ ഈ ഡീറ്റെയിൽ കാലത്താണ് മാതൃഭൂമിയിലേക്ക് പോകുന്നത്. RJD സംസ്ഥാന പ്രസിഡന്റാണ് മാതൃഭൂമിയുടെ ഓണർ. ഈ പറയുന്ന അവിടെയുള്ള പ്രൈം ടൈം ഡിബേറ്റുകൾ ഡീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഷോസും ചർച്ചകളൊക്കെയാണ് അഭിലാഷ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. ഈ പറയുന്ന പൊളിറ്റിക്സ് അവിടെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്? അല്ല, അവിടെ ഒരു തരത്തിലും പൊളിറ്റിക്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അത് പക്ഷേ മാതൃഭൂമിയുടെ പരമ്പരാഗതമായി തന്നെ ഇപ്പോൾ RJDയുടെ സംസ്ഥാന അധ്യക്ഷനാണെന്ന് പറഞ്ഞാൽ മുമ്പ് രണ്ട് മുന്നണികളിലുമായി ജനതാ പാർട്ടികളുടെ വിവിധ ഫോർമാറ്റുകളിൽ നിൽക്കുമ്പോഴും ഇപ്പോൾ മാതൃഭൂമി പത്രത്തിനായാലും അതിൻ്റെ പ്രസിദ്ധീകരണങ്ങൾക്കായാലും അങ്ങനെ അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ ലൈൻ ഒരു കാലത്തും ഉണ്ടായിരുന്നിട്ടില്ല. എങ്ങനെയാണോ ഒരു പ്രൊഫഷണൽ മാധ്യമ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാനും കൂടെ പങ്കെടുത്ത വളാഞ്ചേരി മജ്ലിസിലെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് ഒരാളെ ചോദിക്കുമ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചത്. ഇപ്പോൾ ഫേസ്ബുക്ക് ആയാലും ട്വിറ്ററൊക്കെ പരിശോധിച്ചാൽ അഭിലാഷ് വളരെ നിശ്ചലമാണ് അവിടെ. അപ്പൊ ഈ പറയുന്ന ബഹളങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് അവിടെ ഒട്ടും സജീവമല്ലാത്തത് എന്നുള്ളത്? അല്ല, ഒരു സോഷ്യൽ മീഡിയ ഞാൻ സജീവമായി ശ്രദ്ധിക്കാറുണ്ട്, അതിൽ ഇടപെടാറില്ല എന്നുള്ളതാണ്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. കാരണം നമുക്ക് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുക? നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ ശരിക്കും കണക്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി കാണാറുണ്ട്. ഞാനതിൽ ഇടപെടാറില്ല എന്നുള്ളത് വേറൊന്നും കൊണ്ടല്ല. ഒന്ന്, ഇപ്പം എനിക്ക് പറയാനൊരു മീഡിയ വേറെ ഉണ്ട്, ഒന്നത്. രണ്ട്, അതേക്കുറിച്ച് നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങൾ നടത്തുക എന്നുള്ളതൊരു ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നമ്മൾ കൺസീവ് ചെയ്തു, നമ്മൾ അവതരിപ്പിച്ചു. അതിനുശേഷം ഈ പ്രോഗ്രാം കഴിഞ്ഞ് അതേക്കുറിച്ചൊരു വലിയ കോലാഹലമോ അല്ലെങ്കിൽ ആളുകൾ പറയുന്നതിന് മറുപടി പറയാൻ നിൽക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് എന്ന് വെച്ചിട്ട് ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നല്ല കേട്ടോ. അഭിപ്രായങ്ങളെയൊക്കെ സഹിഷ്ണുതയോടുകൂടി തന്നെ കേൾക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു എൻഗേജ്മെന്റിന് പോകാൻ ഉള്ള ഒരു താല്പര്യം എനിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ R ശ്രീകണ്ഠൻ നായർ ഇപ്പോൾ മനീഷ് നാരായണായിട്ട് നടത്തിയ നമ്മുടെ Q അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഈ ചാനലുകൾ തമ്മിലുള്ള വൈരാഗ്യവും ശത്രുതയൊക്കെ അതിരുവിട്ട് ശ്രീകണ്ഠൻ സാറിനെ ഒരു സമയത്ത് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി, അതിൽ പരാജയപ്പെട്ടു പോയി. അതിലിനി എന്ത് ചെയ്യുമെന്നറിയില്ല. ഇത്രയും പരിചയ സമ്പത്തും എത്ര ആളുകൾ അറിയുന്ന ഞാൻ പോലും ശ്രമം നടത്തിയിട്ട് അതിൽ പരിഹാരം കണ്ടെത്താനായില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് അതിനെങ്ങനെ നോക്കി കാണുന്നത്? ഇപ്പോൾ ഞാൻ 5 മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന
പ്രത്യേകിച്ച് ടെലിവിഷൻ മീഡിയയിൽ പ്രവർത്തിക്കുന്ന മിക്കവാറും ആളുകളൊക്കെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സുഹൃത്തുക്കളോ പഴയ സഹപ്രവർത്തകരോ ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ പല ഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടുമുട്ടാറുണ്ട്. അതിലൊക്കെ മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരമുണ്ട്, വലിയ മത്സരമുണ്ട്. ഇപ്പോൾ റേറ്റിംഗ് മത്സരം അതിൻ്റെ ഒരു തീവ്രമായ ഘട്ടത്തിലാണ്. പക്ഷെ അതൊന്നും സൗഹൃദത്തെയോ അത്തരം കാര്യങ്ങളോ ഒന്നും ഒരു തരത്തിലും ബാധിക്കുന്നില്ല. വളരെ സൗഹാർദ്ദപരമായ ഒരു എക്കോസിസ്റ്റം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാധ്യമങ്ങൾ തമ്മിൽ മത്സരമുണ്ട്. മുമ്പ് മാധ്യമങ്ങൾ ഇങ്ങനെ പരസ്പരം പേര് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. അതൊരു കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടയ്ക്കൊക്കെ വന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഞാൻ അതിനെ പോസിറ്റീവായി കാണുന്നില്ല. പക്ഷേ മാധ്യമപ്രവർത്തകർ തമ്മിൽ വലിയ സൗഹൃദമാണ് ഇപ്പോഴും മുമ്പുള്ളതുപോലെ. അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഈ വാർത്തകളെ ഇവന്റായി കാണുന്നു എന്നുള്ളതാണ് ഒരു പുതിയ തരം വിമർശനം. ഇപ്പോൾ ബാബു രാമചന്ദ്രൻ നമ്മൾ ക്യൂർ നൽകിയ അഭിമുഖത്തിലും പറയുന്നത് ന്യൂസ് പ്രസന്റേഷൻ വിട്ട് ന്യൂസ് കാർണിവലിലേക്ക് കാര്യങ്ങൾ എത്തി, അതിന് കാഴ്ചക്കാരുണ്ട് എന്നുള്ളത് ഒരു മറുപുറം കൂടെ ബാബു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കലോത്സവമായാലും ഇലക്ഷൻ ആയാലും അതല്ലെങ്കിൽ ഒരു അപകടം തരണം ചെയ്യുന്ന വലിയൊരു സമയം വരെ ഇതൊരു കാർണിവൽ സ്വഭാവത്തിലാണ് ഇതിന് സ്ട്രീം ചെയ്യപ്പെടുന്നത്. ഇതിന് കാഴ്ചക്കാരുണ്ട് എന്നുള്ള ഒരു വാദം നിലനിൽക്കെ തന്നെ ഇത് തുടരുന്നതിലും അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അഭിലാഷ്? അല്ല, അതാണ് ലൈവ് ടി വിയുടെ ഒരു കണ്ടന്റ് ഫോർമാറ്റ്. ആളുകൾ ലൈവ് ടി വി കാണുന്നത്, ടെലിവിഷൻ ലൈവ് കാണുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ് നൗ, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ക്യൂരിയോസിറ്റി അടുത്തത് എന്ത് സംഭവിക്കും എന്ന് അറിയാനാണ്. ഇപ്പോൾ നേരത്തെ തുടക്കത്തിൽ ചോദിച്ചില്ലേ കഴിഞ്ഞ 15 കൊല്ലം കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റം. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ധാരാളം ഡിജിറ്റൽ മീഡിയ ഹൗസുകളുണ്ട്, ക്യൂ അടക്കം ഒരുപാട് ഡിജിറ്റൽ മീഡിയ ഹൗസുകളുണ്ട്. അപ്പോൾ ഓൺ ഡിമാൻഡ് കണ്ടൻറ്റ് അങ്ങനെ ആളുകൾക്ക് അപ്പോൾ ആക്സസ് ചെയ്യാവുന്ന കണ്ടൻറ്റ് കൊടുക്കാൻ ഒരുപാട് കണ്ടൻറ്റ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഓൺ ഡിമാൻഡ് കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അത് വിതരണം ചെയ്യുന്ന ഏജൻസിയായി നിന്നാൽ അതിലേക്ക് വ്യൂവർഷിപ്പ് വരില്ല. ആളുകൾ ടെലിവിഷൻ വെക്കുന്നത് ഇതെന്തപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നറിയാനാണ്, അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അറിയാനാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇവൻറ്റ് സ്വഭാവത്തിലേക്ക് വരുന്നത് ഇതിൻ്റെ ഒരു സ്വാഭാവിക പരിണാമമാണ്. അത് നമുക്കതിനെ മാറ്റി വയ്ക്കാൻ പറ്റില്ല. കാരണം വേറെ തരത്തിൽ മാധ്യമങ്ങൾ പഴയതുപോലെ അല്ലല്ലോ. പണ്ട് ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ന്യൂസ് ടെലിവിഷൻ ചാനലായിട്ട് ഇന്ത്യ വിഷൻ തുടങ്ങുന്ന സമയത്തുള്ള ഒരു പാറ്റേണേ അല്ല. ഈവൻ ആ സമയത്ത് തന്നെ ഇന്ത്യ വിഷൻ ആ ഒരു ഇവൻറ്റ് മോഡലിൽ തന്നെയായിരുന്നു വന്നതെന്നുള്ളത് വേറെ വിഷയം. പക്ഷേ നമുക്കതല്ലാതെ ഇപ്പോൾ വേറൊരു തരം ഫോർമാറ്റ് ഇവോൾവ് ചെയ്ത് വരിക എന്നുള്ളത് ഇപ്പോഴത്തെ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്തരമുള്ള കണ്ടന്റിന് വേണ്ടി ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇവിടെ ഇല്ലേ ഓൾറെഡി. അനുകരണീയമോ അല്ലാത്തതോ എന്നുള്ളതല്ല, അതിനാണ് ആളുകൾ ടെലിവിഷൻ കാണുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം. അതേസമയം ക്വാളിറ്റി ജേർണലിസം അതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് മാത്രമായിട്ട് ഇപ്പോൾ ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതല്ലാത്ത സ്ലോട്ടുകളും ടി വിയിലുണ്ട്. പക്ഷേ ടെലിവിഷൻ മുഖ്യമായിട്ടും ഈ ഐബോൾസ് ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു ടെലിവിഷൻ ജേർണലിസ്റ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അയാളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കൂ, ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഷിരൂർ അപകടം ഇത്ര വലിയ വാർത്തയായി മാറിയത്. ഇപ്പം നോക്കൂ, ഷിരൂർ അപകടം ഇപ്പോൾ 2024 അവസാനിച്ചു. 2024 ഇന്ത്യയെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളിൽ ഒന്നായിരുന്നു. കാരണം ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയായ ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 2024 വർഷാവസാനം കേരളത്തിൽ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. അപ്പോൾ പൊളിറ്റിക്കലി വളരെ വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു വർഷമാണ്. പക്ഷേ നോക്കൂ, ആ വർഷം ഏറ്റവും അധികം കാഴ്ചക്കാരുണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പിനല്ല. സാധാരണ നിലയിൽ നമ്മളൊരു 10 കൊല്ലം മുമ്പത്തെ കാഴ്ചപ്പാടനുസരിച്ച് ടെലിവിഷൻ ചാനലുകളുടെ ഏറ്റവും കൂടിയ വ്യൂവർഷിപ്പ് വരുന്നത് എപ്പോഴാണ്? ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ്, തെരഞ്ഞെടുപ്പ് കാലത്താണ്. 2024 തെരഞ്ഞെടുപ്പല്ല, 2024 ഏറ്റവും കൂടുതൽ ആളുകൾ ടെലിവിഷനിൽ കണ്ട ഇവന്റ് അത് ഷിരൂരിൽ നടന്ന ലോറി മണ്ണിനടിയിൽ പോയി നടത്തിയ രക്ഷാദൗത്യമാണ്. അതിനേക്കാൾ വലിയ ദുരന്തം വയനാട്ടിൽ നടന്നെങ്കിലും വയനാട് ദുരന്തം വലിയ തോതിൽ ആളുകൾ ടി വിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഈ വൈകാരികമായ പ്രാധാന്യം അതിന് പല ഘടകങ്ങളുണ്ട്. അതിലൊരു സർവൈവൽ, ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ കാലത്ത് ഏറ്റവും അധികം ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തിട്ടുള്ള സിനിമ മഞ്ഞുമൽ ബോയ്സ് ആണല്ലോ എന്ന് പറഞ്ഞാൽ ഒരു സർവൈവൽ സ്റ്റോറി. അതിൽ ഓരോ ദിവസവും ആളുകൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇങ്ങനെ പല ഘടകങ്ങൾ, ഇമോഷൻസ് കൂടി ഉൾക്കൊണ്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന വിമർശനം കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ. മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് ആളുകൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഷിരൂർ രക്ഷാദൗത്യം നടക്കുന്ന ഒരു ദിവസം ഞാൻ അവധിയാണ്, ഞായറാഴ്ച. അപ്പോൾ ഞായറാഴ്ച നമുക്കൊരു ദിവസം അവധി കിട്ടുന്ന ദിവസമാണല്ലോ. ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ സിനിമകൾ ഞാൻ കൂടുതൽ കാണുന്നത് OTTയിലാണ്. ഞാൻ അന്ന് വന്ന ഒരു സിനിമ വെച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ അമ്മ പറയാണ്, നീ മാറ്റു മോനെ, ആ കുട്ടിയെ കിട്ടിയോ നോക്കട്ടെ. ഇത് ആളുകളുടെ ഒരു ക്യൂരിയോസിറ്റി അല്ലേ? ഈ ക്യൂരിയോസിറ്റി നിറവേറ്റപ്പെടുന്നുണ്ട് മാധ്യമങ്ങൾ വഴി.
അത് നമ്മളൊരു വലിയ മഹാപരാധമായി കാണണമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഈ 24 ചാനലിന്റെ വരവോടെയാണ് വാർത്താ അവതരണത്തിൽ പുതിയ ശൈലി വരുന്നത്. അത് സ്വീകരിക്കപ്പെടുന്നു, മറ്റ് ചാനലുകൾ അത് അനുകരിക്കുന്നു. അല്ല, ഇത് ഒരു ചാനലിനെ അനുകരിക്കുക എന്നുള്ളതല്ല, ഇത് കാലമനുസരിച്ച് മാറും. മാറാത്ത ഒരു കാര്യത്തിനും നിലനിൽക്കാൻ കഴിയില്ല. നമ്മൾ ഈ മാറ്റത്തെ ഉൾക്കൊള്ളുക എന്നുള്ള കാര്യം മാത്രമേ പറ്റുള്ളൂ. മാറാതെ നിൽക്കുക എന്ന് പറയുന്നത് സ്വീകാര്യമായ ഒരു സംഭവമേ അല്ല. ഇപ്പോൾ നോക്കുമ്പം ഞാൻ ടെലിവിഷൻ കണ്ടു തുടങ്ങുന്ന കാലത്ത് പഴയ ദൂരദർശൻ്റെ 7 മണി വാർത്ത എങ്ങനെയാണ്? പയ്യന്നൂരിൽ 110 kV സബ്സ്റ്റേഷൻ ഉദ്ഘാടനം വൈദ്യുതി മന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിച്ചു എന്ന ഒറ്റ വാചകത്തിൽ ഒരു വാർത്ത കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് ഇന്ത്യ വിഷൻ്റെ കാലം വരുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിലെ തത്സമയ 24 hour ന്യൂസ് ചാനലുകളുടെ കാലം വരുമ്പോൾ ഉള്ള വാർത്താ അവതരണം മാറിയല്ലോ. അതിൻ്റെയും തുടക്കത്തിലുള്ള പിന്നെ എന്താ പറയുക, വിഷ്വൽസ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അമച്വറിഷ് ആയിട്ട് ഫീൽ ചെയ്യും. ഇത് ഓരോ വർഷം കഴിയുന്നതോറും അല്ലെങ്കിൽ ഓരോ കാലഘട്ടം കഴിയുന്നതോറും മാറി മാറി വരുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ അതിനുശേഷം ഡിജിറ്റൽ വിപ്ലവം നടന്നു, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ തോതിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി മാറി. അതിനനുസരിച്ചൊക്കെ ടെലിവിഷൻ്റെ കണ്ടൻറ്റും ട്രീറ്റ്മെൻറ്റും മാറിക്കൊണ്ടേയിരിക്കും. അത് ഇപ്പോൾ ഒരു ചാനൽ വന്നതുകൊണ്ട് അതിനെ മറ്റ് ചാനലുകൾ എന്താ പറയുക അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ള നിലയിൽ കാണേണ്ട കാര്യമൊന്നുമില്ല. ഇനിയും മാറും, ഇനിയുള്ള മാറിക്കൊണ്ടേയിരിക്കും. അത് മാറിക്കൊണ്ടേയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വാർത്താവതരണത്തിലെ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി അംഗമായ M സ്വരാജ് നമ്മുടെ മനീഷ് നാരായണൻ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത്, ഈ കുതിരപ്പുറത്ത് കയറി വരെ വാർത്തകൾ വായിക്കുന്നു, മിമിക്രി അവതരിപ്പിക്കുന്നു, ഇത് കാണാനാണ് നമ്മൾ TV വെക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാർത്താ അവതരണത്തിൽ വന്നിട്ടുള്ള ഈ പുതിയ എല്ലാ ശൈലിയും കൈയടിക്കേണ്ടതാണോ എന്നുള്ള ചോദ്യം കൂടി ഉണ്ടല്ലോ. ഇത് സത്യത്തിൽ ഇത് കൈയടിക്കേണ്ടതോ അപലപിക്കേണ്ടതോ എന്ന വിഷയമേ ഇല്ല. നമ്മൾ കാര്യങ്ങളെ അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു വിഷയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, വാർത്ത അറിയാനുള്ള പ്രൈമറി സോഴ്സ് അല്ല ഇപ്പോൾ ടെലിവിഷൻ. ഇപ്പോൾ വാർത്ത അറിയാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. വാർത്ത അതിൻ്റെ ഇൻഡെപ്തായി അറിയണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വാർത്ത കൺസ്യൂം ചെയ്യുന്ന ആളുകൾക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഫോർമാറ്റുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്, ഓരോ മീഡിയ സംവിധാനങ്ങൾക്കും മാറ്റം വന്നിട്ടുണ്ട്. അതനുസരിച്ച് ഇപ്പോൾ കുതിരപ്പുറത്ത് കയറുമ്പോൾ കുതിരപ്പുറത്ത് കയറുന്നതിൻ്റെതായ ഒരു കൗതുകം കാണുന്ന ആളുകൾക്കുണ്ട്. പക്ഷേ കുതിരപ്പുറത്തിരിക്കുന്നു എന്നുള്ളത് മാത്രം കൊണ്ട് ആളുകൾ കാണുകയില്ലല്ലോ. ഒരാൾ ദിവസവും കുതിരപ്പുറത്ത് പോയി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ ടെലിവിഷൻ കാണില്ലല്ലോ. ചിലപ്പോൾ പക്ഷേ കുതിരപ്പുറത്ത് കയറിയും ചോദിക്കേണ്ടി വരും. അതാണ് അതിൻ്റെ വ്യത്യാസം. അല്ലെങ്കിൽ അങ്ങനെ വ്യത്യസ്തമായി ആളുകളുടെ ഈ പറഞ്ഞ ടേസ്റ്റ് മാറുന്നതിനനുസരിച്ച് സ്വാഭാവികമായും നമ്മൾ വിഭവങ്ങളും മാറ്റേണ്ടി വരും. ഇപ്പോൾ നിങ്ങളൊരു ഹോട്ടൽ നടത്താണ്, ആളുകളുടെ മാറുന്ന അഭിരുചിക്കനുസരിച്ച് നിങ്ങൾ മാറിയില്ല എങ്കിൽ അതൊക്കെ ആ ഹോട്ടൽ അടച്ചുപൂട്ടേണ്ട അല്ല വരില്ലേ? അതുപോലെയൊക്കെ തന്നെയാണ് നമ്മളിതിനെ വേറെന്തോ ഒരു വലിയ കാര്യമായി കാണുന്നതിനൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അപരാധമായി അതെ, ഇതിലൊന്നും അങ്ങനെ അപരാധത്തിൻ്റെതായ പ്രശ്നമൊന്നുമില്ല. പിന്നെ വാർത്തകളെ ട്രിവിയലൈസ് ചെയ്യുന്നു എന്നൊക്കെയുള്ളത് അങ്ങനെയുള്ളൊരു തോട്ടും ഞാനതിനെ പൂർണ്ണമായും നിരാകരിക്കുന്നൊന്നുമില്ല. വാർത്തകളെ നമ്മൾ വല്ലാതെ ട്രിവിയലൈസ് ചെയ്യുന്നുണ്ടോ, പിന്നെ വല്ലാതെ സെൻസേഷണൽ ആക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രസക്തമാണ്. ഞാൻ അതിനെ പൂർണ്ണമായും നിരാകരിക്കുകയൊന്നുമല്ല. പക്ഷേ ശരി, ഇപ്പോൾ നമ്മൾ ഈ മുഖ്യധാര ടെലിവിഷനെ അങ്ങോട്ട് മാറ്റി നിർത്തുക, ബാക്കി ആളുകൾ കൺസ്യൂം ചെയ്യുന്ന കണ്ടൻറ് എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ 2008 കുറിച്ച് ചോദിച്ചല്ലോ. 2008 ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വരാൻ വേണ്ടി ജനശതാബ്ദിയിൽ കയറി കഴിഞ്ഞാൽ ജനശതാബ്ദി കമ്പാർട്ട്മെൻറ്റിലെ ഒരു 50-60% ആളുകളെങ്കിലും പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും രാവിലെ. ഇന്ന് ജനശതാബ്ദിയിൽ കയറിയാൽ വന്ദേ ഭാരതിൽ പത്രം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, ആളുകൾ അത് മറിച്ച് നോക്കുമായിരിക്കും. അതിനപ്പുറത്ത് ആളുകൾ എല്ലാ ആളുകളും ഫോൺ എടുത്തിട്ട് നോക്കല്ലേ ചെയ്യാം. ഫോൺ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളുകൾ കാണുന്നത് ഏത് കണ്ടിട്ടാണ് എനിക്കറിയാം. അപ്പോൾ ആ കാലത്ത് നിങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ കുതിരപ്പുറത്ത് കയറുന്നു എന്ന് പറയുമ്പോൾ ശരി, അവർ കുതിരപ്പുറത്ത് കയറിയോ കയറാതിരിക്കുകയോ ചെയ്യട്ടെ. ചോദ്യം കൂടെ അതാണ്. അതോ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു മൊബൈൽ ക്യാമറ ഉണ്ടെങ്കിൽ എല്ലാവിധ പ്രൈവസിയും ബ്രേക്ക് ചെയ്ത് കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഇതുകൂടെ മാധ്യമം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനം എന്ന ലേബലിലേക്ക് വരുന്നുണ്ട്. ആ വിമർശനത്തെ കൂടെ അഡ്രസ് ചെയ്യപ്പെടേണ്ടതില്ല. തീർച്ചയായിട്ടും ആളുകളുടെ പ്രൈവസി, ഇപ്പോൾ ജനങ്ങളെല്ലാവരെയും മാധ്യമ പ്രവർത്തകരായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദിത്വം ആരോടെങ്കിലും, സമൂഹത്തോടോ അതല്ലെങ്കിൽ ഭരണഘടനയോടോ എന്തിനോടെങ്കിലുമോ ഉത്തരവാദിത്വം വേണം എന്ന് വിചാരിക്കാത്ത ആളുകൾ തോന്നുന്നത് മാതിരി വായി തോന്നുന്നത് പറയുന്നതും ജേർണലിസമായിട്ടാണ് അറിയപ്പെടുക. ഇപ്പോൾ ഒരു വ്യക്തി തെറി പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ളൊരു ലൈവ് സ്ട്രീമിംഗ്, അതിൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ട് എനിക്കൊരാൾ വാട്സാപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഇതാകണം ജേർണലിസം എന്ന്. അപ്പം തെറി പറയുന്നതും ജേർണലിസം ആണെന്ന് കരുതുന്ന ആളുകളുള്ള ഒരു ഓഡിയൻസിനോടാണ് നമ്മളിത് സംസാരിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വിമർശനം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസം. ഇതൊക്കെ പറയുമ്പോൾ കൂടെ ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം എന്നുള്ളത് ഇപ്പോൾ ഈ മരണ വീട്ടിലെ ക്യാമറ, മരണ വീട്ടിലെ പ്രതികരണങ്ങൾ, അതുപോലെ ഇപ്പോൾ ഒരു കുട്ടി മിസ്സാവുന്നു,
ആ കുട്ടിയുടെ അമ്മയുടെ മനോഭാവം എന്നുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ ആ അമ്മയുടെ കുട്ടിയെക്കുറിച്ച് ആ സമയത്ത് നമ്മൾ മൈക്ക് കുത്തിക്കയറ്റുക എന്നുള്ളതാണ് ഫേസ്ബുക്ക് പ്രയോഗം ഇപ്പൊ അതിന്. അപ്പോൾ ബൈറ്റ് വെക്കാൻ വേണ്ടി മൈക്ക് നീട്ടി ചോദിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ഒരു സാഹചര്യങ്ങളെ മാധ്യമപ്രവർത്തകർ പരിഗണിക്കണം എന്നുള്ളൊരു കാര്യം കൂടി വിമർശനത്തിലുണ്ടല്ലോ. ആളുകളുടെ വൈകാരികമായ അവസ്ഥകളെ പരിഗണിക്കണം. അത് അവരുടെ പ്രൈവസിയുടെ ഭാഗമാണല്ലോ. പ്രൈവസി എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റാണ്. സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്, അനുച്ഛേദം 21 ഭാഗമാണ്. അങ്ങനെ പരിഗണിക്കാതിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്, അത് ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ ഈ പറഞ്ഞ മരണ വീടുകളിലും അതുപോലെ തന്നെ ഈ സെലിബ്രിറ്റികൾ വരുന്ന പരിപാടികളിലൊക്കെ നിങ്ങൾ ആ വിഷ്വൽ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, മൊബൈലുമായിട്ട് ഈ പറഞ്ഞ കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ് അവരെ, പ്രത്യേകിച്ച് ഈ അടുത്ത് ഇപ്പോൾ സിദ്ദിഖിൻ്റെ വീട്ടിൽ അതെ, അതൊക്കെ ഈ തരത്തിൽ അതൊന്നും മുഖ്യധാര മാധ്യമങ്ങളല്ല. ഇപ്പം ആര് ചെയ്യുന്നതും മാധ്യമങ്ങളുടെ തലയിൽ വരുന്ന ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റികൾ പങ്കെടുക്കുന്ന ഫിലിം പ്രൊമോഷൻ ആവട്ടെ, അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ ചടങ്ങുകളാവട്ടെ, അല്ലെങ്കിൽ അവരുടെ വീടുകളിലെ മരണങ്ങളാവട്ടെ, ഇതൊക്കെ വലിയ തോതിൽ സെൻസേഷനലൈസ് ചെയ്യുന്നതും ഒരു തരത്തിലുള്ള പ്രൈവസിയും മാനിക്കാതിരിക്കുന്നതും ഒക്കെ ഈ പുതുനിര കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. അത് ഒരുപാട് പേരുണ്ട്, നമുക്ക് പേരൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പറയുമ്പോൾ എല്ലാം മാധ്യമങ്ങളുടെ പേരിൽ വരുന്നതാണ് എന്ന് കരുതി മാധ്യമങ്ങൾ ചെയ്യുന്നതെല്ലാം പരിശുദ്ധമാണ് എന്ന അഭിപ്രായവുമില്ല. ഇപ്പം NT വാസുദേവൻ നായരുടെ മരണം കഴിഞ്ഞ് എന്നെ ഒരു പ്രധാനപ്പെട്ട ആൾ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിഷമം, MTയുടെ മൃതദേഹത്തിൻ്റെ ക്ലോസ് കൊടുത്ത് ഒരു വളരെ ചെറിയ സമയം അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാണ്. അത് ആളുകളെ വേദനിപ്പിക്കും. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇതൊരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണല്ലോ. അതിൽ കുറേ തിരുത്തേണ്ടതായ കുഴപ്പങ്ങൾ ധാരാളം സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു സ്ഥാപനത്തിന് മാത്രം ഒരു ഞങ്ങൾ ഇനി ഇങ്ങനെ ചെയ്യൂല എന്ന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കൂടെ ഉണ്ട്. അതും ഏറെക്കുറെ അങ്ങനെ ഉണ്ട് എന്ന് പറയാം. ഒരാൾക്ക് മാത്രമായി മാറി നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമില്ല. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒരു ഈവൻ ഈ കോമ്പറ്റീഷനിലുള്ള സമയത്തും ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ പാലക്കാട് അപകടം ഉണ്ടായി. അപ്പോൾ ആ മരിച്ച കുഞ്ഞുങ്ങളുടെ പേര് തുടക്കത്തിൽ തന്നെ ആശുപത്രിയിൽ അന്വേഷിച്ചാൽ അറിയാലോ. പക്ഷേ അവരുടെ മാതാപിതാക്കളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് മാധ്യമങ്ങൾ പേര് റിവീൽ ചെയ്തത്. അല്ലെങ്കിൽ ഒരാൾ ടെലിവിഷനിൽ അയാളുടെ സ്കൂളിൽ പോയ കുട്ടി വാഹനാപകടത്തിൽ മരിച്ചു എന്ന് ടെലിവിഷനിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം വളരെ വലുതല്ലേ. അപ്പോൾ കുറച്ചൊക്കെ മാറുന്നുണ്ട്, ഭാഷയിലൊക്കെ മാറ്റം വരുന്നുണ്ട്. പക്ഷേ ഇനിയും മാറണം. ഈ പ്രൈവസിയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ച വിമർശനം വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. നമ്മൾ കുറച്ചും കൂടി സംസ്കാര സമ്പന്നരാവേണ്ടിയിരിക്കുന്നു എന്നുള്ള. അപ്പോൾ ഇത്തരം വിമർശനങ്ങളിലേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ മാപ്ര വിളി പ്രയോഗങ്ങളിലേക്ക് എത്തിയപ്പോൾ ഇടത് സൈബർ പ്രൊഫൈലുകളിലാണ് ആ ഒരു പ്രയോഗം കാണപ്പെടുന്നത്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങളടുത്തും പ്രശ്നങ്ങളുണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യക്തിവിരോധത്തിലേക്കും അതുപോലെ ഈ പറയുന്ന ഒരു റോസ്റ്റിങ്ങിലേക്കൊക്കെ ഇതിനെ മാറുന്നത് വ്യക്തിപരമായി മാധ്യമപ്രവർത്തകരെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അല്ല, ഇത് ഇപ്പോൾ മാധ്യമ വിമർശനം വേണം. മാധ്യമ വിമർശനം ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു കാര്യമാണ്. മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും മാധ്യമ പാഠങ്ങളുമൊക്കെ കൃത്യമായും നിശ്ചിതമായും വിമർശിക്കപ്പെടണം, ഓഡിറ്റ് ചെയ്യപ്പെടണം. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ അത് എല്ലാ പരിധിയും കഴിഞ്ഞ് മാധ്യമപ്രവർത്തകരെ അങ്ങേയറ്റം വ്യക്തിഹത്യ ചെയ്യുന്ന വിധത്തിലേക്ക് നീങ്ങുന്നത് അസഹിഷ്ണുതയുടെ പ്രകടനമാണ്. അത് ജനാധിപത്യപരമല്ല. ഇപ്പം മാപ്രവിളി മാധ്യമപ്രവർത്തകൻ എന്നുള്ളതിൻ്റെ ചുരുക്കമല്ലേ എന്ന് നിസ്സാരവൽക്കരിക്കാം. ഈ മാപ്രവിളി സോഷ്യൽ മീഡിയയിലാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ നോക്കൂ, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, കോൺഗ്രസ്സുകാരും എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല, ഏറ്റവും പ്രമുഖരായ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖരായ 2 നേതാക്കളാണ്, 2 പാർട്ടികളെ നയിക്കുന്ന ആളുകൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ മാധ്യമപ്രവർത്തകരെയും മാധ്യമപ്രവർത്തനത്തെയും ആകെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളത് ജനാധിപത്യത്തിന് തന്നെ ഭൂഷണമല്ല. അതൊരു തരത്തിലുള്ള ഏകാധിപത്യ സ്വഭാവത്തിൻ്റെ, ജനാധിപത്യ വിരുദ്ധതയുടെ, അസഹിഷ്ണുതയുടെയൊക്കെ സൂചനയാണ്. മാധ്യമപ്രവർത്തകരെ വിമർശിക്കാം, പക്ഷേ മാധ്യമപ്രവർത്തകരെ അപകീർത്തിപ്പെടുത്തുന്നത്, മോബ് ലിഞ്ച് ചെയ്യുന്നത്, അതാണ് മാധ്യമ വിമർശനമെന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. മാപ്ര എന്ന പേരിന് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ പേരിൻ്റെ പ്രശ്നമല്ല, നിങ്ങളത് ഏത് രൂപത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. പരസ്പരം വിമർശനങ്ങളാകാം, വിമർശനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടതല്ലേ. പക്ഷേ അത് ഓഡിറ്റിങ്ങും ആകാം. അതിനപ്പുറത്ത് ഇപ്പോൾ ഞാനതിൻ്റെ ഉദാഹരണങ്ങളൊന്നും മനഃപൂർവ്വം പറയാത്തതാണ്. അങ്ങേയറ്റം മോബ് ലിഞ്ചിങ് സ്വഭാവത്തിൽ ആളുകളെ വ്യക്തിഹത്യ ചെയ്യുന്നത് ഒരു തരത്തിലും ഗുണകരമല്ല. അത് നമ്മുടെ സമൂഹത്തിന് ഗുണകരമല്ല. കഴിഞ്ഞ വർഷങ്ങളിലാണ് ഇപ്പോൾ കുസാറ്റിൽ വന്ദന മോഹൻദാസ് ഭാര്യയുടെ നിയമനം ബന്ധപ്പെട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് പറയുന്നത് ബന്ധു നിയമനമാണ് തെളിയിച്ചാൽ ഞാൻ ഈ പണി നിർത്തും എന്നുള്ളതാണ്. പിന്നീട് പല യൂട്യൂബ് ചാനലുകളുടെയും ആ മാസങ്ങളിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് അഭിലാഷ് മോഹനും ഭാര്യയുടെ ബന്ധു നിയമനമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് കുടുംബത്തിലേക്ക് കൂടെ, ഇപ്പോൾ അഭിലാഷ് ഒരു പൊതുയിടത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന നിലക്ക് ഇത്തരം വിമർശനങ്ങൾ കുടുംബത്തിലേക്ക് കൂടെ എത്തുമ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതവും വിഷമങ്ങളൊക്കെ
അപ്പോൾ എനിക്ക് ഒരുപാട് സൈബർ അറ്റാക്കോ അല്ലെങ്കിൽ ചീത്തവിളിയോ ഒക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിനെ മൈൻഡ് ചെയ്യാറില്ല പരമ്പരാഗതമായിട്ടാണ്. പക്ഷേ ഇത് വേദനിപ്പിച്ച ഒരു സംഭവമാണ്. അത് സൈബർ അറ്റാക്കിന് മുകളിലുള്ള ഒരു തല ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ഇതിൽ ഞാൻ വളരെ ചുരുക്കി ഇതുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. വന്ദന ഡെക്കാൻ ക്രോണിക്കിളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ്സിലായിരുന്നു. അവർ എന്നെക്കാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. കോവിഡ് കാലത്തോടനുബന്ധിച്ച് ഡെക്കാൻ ക്രോണിക്കിൾ ഇവിടുത്തെ ഓപ്പറേഷൻസ് അവസാനിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെന്നൈയിലോ അല്ലെങ്കിൽ വേറൊരു സ്റ്റേഷനിലേക്ക് പോയി ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോഴാണ് മറ്റ് ജോലികൾ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറേ ജോലികൾ നോക്കിയതിൻ്റെ കൂട്ടത്തിൽ ഒരു ജോലിയായിരുന്നു ഈ കുസാറ്റിലെ. അത് അപ്പോൾ അവർ അപേക്ഷിച്ചു അതിൻ്റെ നടപടിക്രമങ്ങളിൽ ഇൻ്റർവ്യൂ അത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സമയമെടുക്കുന്ന കാര്യമാണ്. അതിനുശേഷം വേറൊരു ജോലിയിൽ കണ്ടൻറ്റ് വൈസ് ഒരു ജോലിയിൽ കയറി. ഇതൊക്കെ കഴിഞ്ഞ്, ഇത് കോവിഡ് കാലത്ത് നടക്കുന്ന കാര്യമാണ്. ഇതൊക്കെ കഴിഞ്ഞ് 2 വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് ഞാൻ മാതൃഭൂമിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്താണ് ക്യുസാറ്റിൽ നിന്നൊരു ഫോൺ കോൾ വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അത് കരാർ നിയമനമാണ് കേട്ടോ. പലരും സർക്കാർ ജോലിയിൽ എന്നൊക്കെയാണ് 1 വർഷത്തേക്കുള്ള കരാർ നിയമനമാണ്. അപ്പോൾ എന്നോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ, നല്ലതാണെങ്കിൽ ജോയിൻ ചെയ്യൂ. ഇതാണ് എനിക്ക് ഇക്കാര്യത്തിലുള്ള ഏക ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഈ പറയുന്ന വിവാദങ്ങളൊക്കെ ഒരു 3-4-5 മാസം കഴിഞ്ഞ് വരുന്നത്. അത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിൽ നിന്നും അവരുടെ സോഷ്യൽ മീഡിയ ടീമിൽ നിന്നുമാണ് ഇത് ആദ്യം വരുന്നത്. പിന്നീട് വ്യാപിച്ചു. ആ പാർട്ടിയുടെ പേര് അഭിലാഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കേന്ദ്ര അതിന് പിന്നീട് പല ടേക്കേഴ്സ് ഉണ്ടായി. അവരാണത് തുടങ്ങി വെച്ചത്. അവരുടെ ഒരു സൈബർ ടീമും മറ്റുമൊക്കെയാണ് തുടങ്ങി വെച്ചത്. അപ്പോൾ അത് കേരളത്തിലൊരു പ്രമുഖരായ മാധ്യമ പ്രവർത്തകൻ ഏറ്റെടുത്തു. ഒരു പ്രധാനപ്പെട്ട ഓൺലൈൻ ചാനലുകൾ ഏറ്റെടുത്തു. ഇതിൻ്റെ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇപ്പോൾ ഈ വിവാദങ്ങളൊക്കെ വന്നു. അപ്പോൾ ആദ്യം ഈ പറഞ്ഞ വൈൽഡായിട്ടുള്ള അക്യൂസേഷൻസ് ആയിരുന്നു. അപ്പോൾ ഇത് ശരിയാണ് എന്ന മട്ടിൽ ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ഹർജി ട്വീറ്റ് ചെയ്തു. പിന്നീട് മറുനാടൻ മലയാളി ഈ ഹർജി വെച്ച് വാർത്ത ചെയ്തു. ഇതാണ് തെളിവ്, ഈ ഹർജി എടുത്തിട്ട് ഇതാ തെളിവ്, നിങ്ങൾ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ ഹർജി പോസ്റ്റ് ചെയ്തിട്ടാണ് സംഗതി. ഈ ഹർജിയുടെ ഒരു ആധാരം എന്ന് പറയുന്നത് വളരെ മുതിർന്ന, ഞാനും ബഹുമാനിക്കുന്ന മാധ്യമപ്രവർത്തകനായ ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹം മുൻപ് ഇതേ പോസ്റ്റിൽ ഇരുന്നിരുന്നു. അപ്പോൾ അദ്ദേഹവും യൂണിവേഴ്സിറ്റി തമ്മിലുള്ളൊരു ഡിസ്പ്യൂട്ടാണ് ഈ ഹർജിക്ക് ആധാരം. അദ്ദേഹം യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള കേസാണ്, അല്ലാതെ ഈ വന്ദനയുടെ നിയമനമല്ല അതിൻ്റെ പ്രശ്നം. ആധാരം എന്നുള്ളതില്ലേ? അതെ, പ്രശ്നം അതല്ല ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ ഈ ഹർജി പൊക്കി കാണിച്ചിട്ട് മാധ്യമപ്രവർത്തകൻ ട്വീറ്റ് ചെയ്യുന്നു ഇതാ തെളിവ് എന്ന് പറയുന്നു. അതിനുശേഷം പിന്നെ മറുനാടൻ മലയാളികൾ നിങ്ങൾ മാധ്യമപ്രവർത്തനം നിർത്തൂ, ഇതാണ് തെളിവ് എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അന്ന് യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ നോക്കുന്നത് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനാണ്. ദേവൻ രാമേന്ദ്രനും സർക്കാരും തമ്മിലുള്ള ഇരിപ്പോശം അറിയാലോ. ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ചിലാണ് കേസ് വരുന്നത്. അദ്ദേഹം ഈ കേസ് അതിന് ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞിട്ട് കേസ് ഡിസ്പോസ് ചെയ്തു, കഴിഞ്ഞു. ആ കേസ് അവിടെ അവസാനിച്ചു. ശരി, ഹർജി ട്വീറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഹർജി വെച്ചിട്ട് ഞാൻ മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുള്ള ആളുകൾ ഈ ഹർജി അത് വാർത്ത കൊടുത്തില്ലല്ലോ. അപ്പോൾ ആളുകൾക്കറിയില്ല. ആളുകൾ ഇപ്പോഴും യൂട്യൂബിൽ താഴേക്ക് വന്നിട്ട് നിങ്ങൾ ഭാര്യയ്ക്ക് സർക്കാർ ജോലി വാങ്ങിച്ചു കൊടുത്തില്ലേ എന്നൊക്കെ. ഞാനതൊന്നും മൈൻഡ് ചെയ്യാം, അത്തരം കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ന്യായമായും ചോദിക്കാം, ശരി നിങ്ങളൊരു ഹർജിയുടെ അടിസ്ഥാനത്തിൽ വർത്തമാനം പറഞ്ഞു എന്നുള്ളതാണല്ലോ. ആ ഹർജി തീർപ്പായി, അത് കഴിഞ്ഞു, നിങ്ങൾ പറഞ്ഞ കാര്യം പിൻവലിക്കുകയോ പോട്ടെ, അതിൻ്റെ ഫർദറായിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമെങ്കിലും ചെയ്യണ്ടേ എന്നുള്ളൊരു ന്യായമായൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടപ്പോൾ എന്നെക്കുറിച്ച് പല ആളുകൾ പല തരത്തിലുള്ള വിമർശനങ്ങളോ എന്താ പറയുക, പല രാഷ്ട്രീയ നേതാക്കൾ തന്നെ പലത് പറയാറുണ്ടല്ലോ. നമ്മളെന്താ എന്നാൾ അണ്ടിപ്പരിപ്പും ഡേറ്റ്സും വാങ്ങാൻ വേണ്ടി ദുബായി പോകുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന തരത്തിൽ വളരെ വൈൽഡായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഞാൻ അതിനെ മൈൻഡ് ചെയ്യാറില്ല. ഇത് പക്ഷേ എന്താ പറയുക, ഈ മട്ടിൽ പല ആളുകളും സത്യസന്ധമാണെന്ന് വിചാരിക്കുന്ന വിധത്തിൽ വരെയും കാര്യങ്ങൾ വന്നു. വളരെ കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങൾ അക്കാര്യത്തിലാണ്. ഞാൻ പക്ഷേ ഇപ്പോഴും ആളുകളുടെ ഒരു ഫീഡിൽ ആ കണ്ടന്റ് വരുമ്പോൾ അത് സത്യമാണെന്ന് ധരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഞാൻ പിന്നെ ഇതിനൊന്നും അന്ന് പറഞ്ഞു എന്നുള്ളതിനപ്പുറത്ത് പിന്നെ ഓരോ തവണയും പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക അതിനൊന്നും ആവശ്യമില്ലല്ലോ. പറയേണ്ടത് അപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഞാനതുകൊണ്ട് ഈ കോടതി വിധിയൊക്കെ വന്നതിന് ശേഷവും പിന്നീട് അതൊന്നും ഞാൻ അതിൽ അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാൻ പോയില്ല. ഇത് വലിയ തോതിൽ അറ്റാക്ക് വന്നപ്പോൾ ഒരൊറ്റ അതെ, അതുകൊണ്ട് അവസാനിപ്പിച്ചു. എനിക്കതുകൊണ്ട് ഇപ്പോൾ ആരോടും അങ്ങനെ അതിൻ്റെ പേരിൽ ആരോടും വൈരാഗ്യമോ അതല്ലെങ്കിൽ അയ്യോ നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇനി തെറ്റിദ്ധരിക്കുമോ എന്ന ചിന്തയോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അതൊന്നുമില്ല. 2008 മുതലാണല്ലേ ഈ ചാനൽ ചർച്ചകളുടെ ഭാഗമെന്ന് ജോയിൻ ചെയ്ത് 3-ാമത്തെ ആഴ്ച മുതൽ തന്നെ ഈ ലൈവ് ടെലികാസ്റ്റിംഗിലേക്ക് വരുന്നു. പിന്നീട് പ്രൈം ടൈം ഡിബേറ്റുകളുടെ ഭാഗമാകുന്നു. അപ്പോൾ ഒരു വലിയൊരു കാലയളവ് ചാനൽ ചർച്ചകളുടെ ഭാഗം എന്നൊരാളെന്ന നിലക്ക് ഈ ചർച്ചകളിൽ വന്ന മാറ്റങ്ങൾ, നേരത്തെ വാർത്തകളുടെ മാറ്റങ്ങൾ സംസാരിച്ചു, ഈ ചർച്ചകളിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മുമ്പ് ഞാൻ ചാനൽ ചർച്ച തുടങ്ങുന്ന കാലത്ത് വരുന്ന ആളുകളും പ്രേക്ഷകരും ഒക്കെ ചർച്ചയെ ഒരു
ഒരു മണിക്കൂറുള്ള ഒരു പ്രൊഡക്റ്റായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ അവരുടെ വാദങ്ങൾ സമർത്ഥിക്കുക, എല്ലാ ആളുകൾക്കും സമയം ഉറപ്പാക്കുക. ചർച്ചകൾ അപ്പോഴും ഹീറ്റഡായിട്ടുള്ള ഡിബേറ്റൊക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ പോലും ആ ചർച്ചയുടെ സ്വഭാവം എന്ന് പറയുന്നത് 1 മണിക്കൂർ നീണ്ട സംവാദം എന്നുള്ളതായിരുന്നു. അത് പിന്നീട് ഇപ്പോൾ 2016 ജിയോ വരുന്നത്, നമുക്ക് എന്താ പറയുക, ഡേറ്റ വളരെ ചീപ്പാവുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഏതാണ്ട് ആ കാലഘട്ടത്തോടനുബന്ധിച്ച് വന്ന മാറ്റം എന്ന് പറയുന്നത്, ചാനൽ ചർച്ചയിൽ വരുന്ന ഈ സ്പോക്സ് പേഴ്സൺസിനും ഇങ്ങനെ തലമുറ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ആ പറഞ്ഞ ഡിജിറ്റൽ റവല്യൂഷൻ്റെ കാലത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ തഗ്ഗടിക്കുക എന്നുള്ള നിലയിലേക്ക് പാനലിസ്റ്റുകൾ മാറി, ഒരു പരിധി വരെ ആങ്കർമാർ. അപ്പോൾ ചില പാനലിസ്റ്റുകളൊക്കെ പ്രത്യേകിച്ച്, അപ്പോൾ ഇവർക്കൊക്കെ സൈബർ മീഡിയ, സോഷ്യൽ മീഡിയ അണികളുണ്ട്. അവർക്ക് പ്രചരിപ്പിക്കാനുള്ള ഒരു 30 സെക്കൻഡ് 1 മിനിറ്റ് ക്ലിപ്പ് എൻഷുർ ചെയ്യുക എന്ന ഒരു നിലയിലേക്ക് പാനലിസ്റ്റുകൾ ഒരർത്ഥത്തിൽ അങ്ങനെ ഈ തഗ്ഗടിക്കുക, പഞ്ച് ഡയലോഗ് പറയുക എന്ന ഒരു ഫോർമാറ്റിലേക്ക് മാറിയതിൻ്റെ ഒരു മാറ്റം അതിനകത്തുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒന്നും മാറ്റമില്ലാതെ നിലനിൽക്കുന്നില്ലല്ലോ. ചാനൽ ചർച്ചയിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറ്റവും ഷാർപ്പായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുക എന്നുള്ളതാണ് ക്വാളിറ്റി. ഇപ്പോൾ വലിയൊരു നേതാവായിരിക്കും, പക്ഷേ അദ്ദേഹത്തിന് ചിലപ്പോൾ ചാനൽ ചർച്ചയിൽ ശോഭിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഒരു ഒറേറ്റർക്ക് എപ്പോഴും ചാനൽ ചർച്ചയിൽ ശോഭിച്ചു എന്ന് വരില്ല. ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഉണ്ടാവില്ല. അതിൻ്റെ ഒരു പ്രത്യുൽപ്പന്ന മതിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യത്തോട് ആ മൊമെൻറ്റിൽ റിയാക്ട് ചെയ്യാനുള്ള കഴിവ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് ഏറ്റവും ഷാർപ്പായും ക്രിസ്പായും പറയാം. ഇതാണ് ഇതിൻ്റെ ഒരു USP എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ നിലയ്ക്ക് വന്ന മാറ്റം അതൊരു പ്രധാനപ്പെട്ട മാറ്റമാണ്. ഈ പഞ്ച് ഡയലോഗ് പറയുക എന്നുള്ള ഈ പറയുന്ന പഞ്ച് ഡയലോഗിനെ പ്രതിരോധിക്കുക എന്ന നിലയ്ക്ക് ആങ്കർ കൂടെ ഒരുങ്ങുന്നതിൽ ഇപ്പം നല്ല മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ പ്രിപ്പറേഷൻ്റെ കാര്യവും ഇപ്പോൾ പണ്ട് ഞാൻ പറയട്ടെ, രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ ഉള്ള ഒരു രീതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാ പാർട്ടികൾക്കും അവരുടെ ടീമാണുള്ളത്. അതായത് രാഷ്ട്രീയ പാർട്ടികളാണ് അവരുടെ പാനലിസ്റ്റുകളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതാത് ദിവസങ്ങളിൽ അതാത് വിഷയങ്ങളിൽ പറയേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കി വെച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് ഇപ്പോൾ പരിഹാസ രൂപേണയാണ് ഉപയോഗിക്കുന്നത് എങ്കിലും കൃത്യമായി ചാനൽ ചർച്ചയിൽ വരുന്ന പാനലിസ്റ്റുകൾക്ക് അവർ പറയേണ്ട കാര്യത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ രൂപം അവരുടെ പാർട്ടി കൊടുക്കുന്ന വിധത്തിലേക്ക് അത് ഓർഗനൈസ്ഡായി. മുമ്പ് നമ്മൾ ഇൻഡിവിജ്വലുകളെ വിളിക്കുകയാണ്, നമ്മളായിട്ട് വിളിക്കുകയാണ്. ഇപ്പോൾ പാർട്ടികൾ അയക്കുകയാണ്. ഈ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലുകളെ, നമുക്ക് താല്പര്യമുള്ളവരെയോ അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ വരുന്നവരെയോ ആയ ആളുകളെ വിളിക്കുകയാണ് എങ്കിൽ ഇന്ന് അതിന് മാറ്റം വന്നിട്ടുണ്ട്. കൂടുതൽ സ്റ്റഡീഡ് ആയിട്ടുള്ള, എന്തും നേരിടാൻ സന്നദ്ധരായിട്ടുള്ള, ഒരു യുദ്ധത്തിന് വരുന്നത് മാതിരിയാണ് ആളുകൾ വരുന്നത്. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുമ്പ് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഓപ്പണൻ്റ് എന്ന് പറയാൻ പറ്റുമോ, അതിൽ സംവാദമാണ്, അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആളെ ബീറ്റ് ചെയ്യാമെങ്കിൽ ഇന്ന് അത്ര എളുപ്പമൊന്നുമല്ല. ഏത് ഡിഫൻസിൽ നിൽക്കുന്ന വിഷയത്തിലും കൃത്യമായ പോയിന്റുകൾ സമാഹരിച്ച് അതിന് തയ്യാറായിട്ടാണ് പാനലിസ്റ്റുകൾ വരുന്നത്. ടോപ്പിക് സെലക്ഷൻ എങ്ങനെയാണ്? പിന്നെ ചില കണ്ടന്റ് അത്ര അവെയർ ചെയ്യപ്പെടേണ്ട കണ്ടന്റ് ആണെങ്കിലും സെലക്ട് ചെയ്യപ്പെടാതെ പോവുകയും, ചിലത് ആവർത്തന വിരസത എന്നുള്ളൊരു പ്രശ്നവും ഇല്ലാതെ തുടരെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ മാനദണ്ഡം ശരിക്കും എന്താണ്? കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മാനദണ്ഡം. ഇപ്പോൾ ഓരോ വീക്കിലും ഓരോ വിഷയത്തിലും എത്ര വ്യൂവർഷിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കണക്ക്, ഇപ്പോൾ ബാർക്കിൻ്റെ കണക്കായാലും അതല്ലെങ്കിൽ യൂട്യൂബിലെ കൗണ്ടായാലും വ്യക്തമാണല്ലോ. അപ്പോൾ ഏത് വിഷയമാണ് ആളുകളെ ആകർഷിക്കുന്നത് എന്ന നിലയ്ക്കുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ് അക്കാര്യത്തിൽ പൊതുവേ നടത്താറുള്ളത്. ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ നിങ്ങൾ സവിശേഷമായ അജണ്ടയുടെ, അങ്ങനെയൊന്നുമില്ല. ഇതിൽ വേറെ അജണ്ടയൊന്നുമില്ല, ഒറ്റ അജണ്ടയേ ഉള്ളൂ. അത് ഈ പറഞ്ഞ വ്യൂവർഷിപ്പ് എന്നുള്ളതാണ്. വ്യൂവർഷിപ്പ് എന്നുള്ള അജണ്ടയുടെ പുറത്താണ് ചില വിഷയങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും ഈ റിപ്പീറ്റഡായി വന്ന വിഷയങ്ങൾക്ക് വ്യൂവർഷിപ്പ് കിട്ടിയിട്ടില്ല. ചില വിഷയങ്ങൾ മുമ്പ് വളരെ കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്ന ചില വിഷയങ്ങൾ ഇപ്പോൾ വ്യൂവർഷിപ്പ് ഇല്ലാതെ ആയിട്ടുണ്ട്. ആവർത്തന വിരസത ഒരു ഘടകമാണ്. ഒരു വിഷയം അതിൻ്റെ ഫസ്റ്റ് ഡേ നൽകുന്ന അത്രയും കാഴ്ചക്കാരെ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ നൽകില്ല. അതിൽ പ്രത്യേകിച്ച് സവിശേഷമായ ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിൽ. അല്ലെ ഇപ്പോൾ ഈ 9 മണിക്ക് വരുന്ന ചാനൽ ജഡ്ജിമാർ, അതുപോലെ കോട്ടിട്ട ജഡ്ജിമാർ എന്ന നിലക്ക് ചാനൽ ചർച്ച ആളുകളുടെ ഇടയിൽ ഒരു വിരക്തി എന്ന നിലക്ക് ഒരു പരാമർശം, അതുപോലെ ഒരു തരത്തിൽ അതിനൊരു പ്രായോഗികമായി ഓഡിയൻസ് ഇത്രത്തോളം അതിനിപ്പോൾ താല്പര്യം കാണിക്കുന്നുണ്ട്. ഈ വിമർശനം പണ്ട് മുതലേ ഉള്ളതാണ്. ഈ കോട്ടിട്ട ജഡ്ജിമാർ എന്നൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ വാർത്ത വായിച്ച് തുടങ്ങുന്ന കാലം മുതലേ ഉള്ള വിമർശനമാണ്. അതിൽ സവിശേഷമായ മാറ്റമൊന്നും വന്നിട്ടില്ല. ആങ്കറെ സംബന്ധിച്ച് ആങ്കറുടെ കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആങ്കർ ഒരു വിഷയത്തിൽ ആങ്കറുടെ നിലപാട് പറയുക എന്നുള്ളത് അത് വിഷയങ്ങളെ അനുസരിച്ചിരിക്കും. അതും അപൂർവമായി സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ച്, ഒരു ആങ്കറെ സംബന്ധിച്ച് ഞാൻ വിചാരിക്കുന്നത് ആങ്കറുടെ ഒരു വലിയ ഉത്തരവാദിത്തം ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഏത്
അഭിപ്രായവുമാകാം. ആ അഭിപ്രായങ്ങളൊക്കെ പറയാൻ അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ആങ്കറെ സംബന്ധിച്ച്. അതേസമയം ആങ്കർ കൃത്യമായി എല്ലാവർക്കും ഇങ്ങനെ 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ സമയം വീതിച്ചു കൊടുക്കുന്ന ആളുമല്ല. അതിൽ ആങ്കറെ സംബന്ധിച്ചിപ്പോൾ ആങ്കർ അതാത് വിഷയങ്ങളിൽ ഒരു എന്താ പറയുക പൊതു കാഴ്ചപ്പാടിന് അനുഗുണമായ വിധത്തിൽ അധികാരത്തിലുള്ളവരോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ആ വിഷയത്തിൽ വിമർശന വിധേയമാവുന്നത് ഏത് പക്ഷമാണോ അവരോട് നിരന്തരമായി ചോദ്യങ്ങൾ ചോദിക്കുക. തെറ്റായ പരാമർശങ്ങൾ ഉണ്ടായാൽ അതൊരു ഈ പറഞ്ഞ റെട്ടറിക്കിൻ്റെ ഭാഗമായിട്ടായാലും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ തിരുത്തുക, സ്ത്രീ വിരുദ്ധമായ കമ്മ്യൂണലായ കാര്യങ്ങൾ പറഞ്ഞാൽ തിരുത്തുക, ഇതിനൊക്കെ ഉത്തരവാദിത്തമുള്ള ആളാണ് ആങ്കർ. അപ്പോൾ ആ സമയത്ത് ആങ്കർ അവിടെ ഇടപെടണം. അതിനെ അനാവശ്യ ഇടപെടലാണ് അല്ലെങ്കിൽ ആങ്കർ ഇൻട്രപ്റ്റ് ചെയ്യുന്നു എന്നുള്ള നിലയിൽ കാണേണ്ടതില്ല. അപ്പോൾ ആങ്കർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഈ ആങ്കറുടെ ഉത്തരവാദിത്തം പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഇൻട്രോവലാണ് ചാനൽ ചർച്ചകളുടെ ഒരു ഫെയിം എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ആങ്കർ നിലപാട് പറഞ്ഞു കഴിയുന്നു, പിന്നെയാണ് അതിഥികളെ പരിചയപ്പെടുത്തുന്നതും ചർച്ച തുടങ്ങുന്നതും. അതിലൊരു വിമർശനം നിലനിൽക്കുന്നത് എഡിറ്റോറിയൽ പോളിസി എന്ന സ്വാഭാവികമായിട്ട് ആങ്കർമാരുടെ ഭാഗത്തു നിന്ന് വരുന്ന അത് അവർ അവതരിപ്പിച്ച് കഴിഞ്ഞു, പിന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ചാനലുകളുടെ പ്രധാനപ്പെട്ട പ്രൈം ടൈം ഡിബേറ്റ് എന്ന പേര് തന്നെ വരുന്നത് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ ഒരേ സമയം കാണുന്ന ഒരു ഈവനിങ് ചർച്ച എന്ന നിലക്കാണ്. പക്ഷെ അതിനോട് ആൾക്ക് താല്പര്യം കുറഞ്ഞു വരുന്ന ഒരു പ്രചാരം കൂടെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വസ്തുത എന്താണ്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ വർഷത്തെ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് കഴിഞ്ഞ 2024 വർഷത്തെ ഈ ബാർക്കിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ ടെലിവിഷൻ കാണുന്നവരുടെ എണ്ണവും അവർ ടെലിവിഷന് മുമ്പിൽ ചെലവഴിക്കുന്ന സമയവും കൂടുകയാണ്, കുറയുകയല്ല. ആവറേജ് ടൈം സ്പെൻഡും നമ്പർ ഓഫ് വ്യൂവേഴ്സ് ഇത് രണ്ടും കൂടാണ്. 2024 താരതമ്യം ചെയ്യാൻ പറ്റുന്നത് 2020 അതായത് 2020 കണ്ട അത്രയും ആളുകൾ അല്ലെങ്കിൽ ആ നമ്പേഴ്സ് അല്ലെങ്കിൽ ആ കണ്ട സമയവുമായി ന്യൂസ് ടെലിവിഷന് താരതമ്യമുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ്റെ വ്യൂവർഷിപ്പ് കുറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ OTT പ്ലാറ്റ്ഫോമുകളുടെ പ്രൊലിഫറേഷനാണ്, OTT കണ്ടന്റിൻ്റെ വരവാണ്. പക്ഷേ ന്യൂസ് ടെലിവിഷൻ്റെ ഓഡിയൻസ് വ്യൂവർഷിപ്പ് കുറഞ്ഞിട്ടില്ലെന്നാണ് ബാർക്കിൻ്റെ കണക്കുകൾ നൽകുന്ന സൂചന. കുറഞ്ഞിട്ടില്ല, കുറയുന്നു എന്നുള്ളത് നമ്മുടെ ഒരു കൺസെപ്റ്റാണ്. എസ്പെഷ്യലി ചോദിക്കുന്നത് ഈ പറയുന്ന പ്രൈം ടൈം ഡിബേറ്റുകളുടെ കാര്യത്തിൽ ആളുകൾക്ക് താല്പര്യക്കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോഴും ഇപ്പോൾ ടെലിവിഷനെക്കുറിച്ച് ഏത് ടെലിവിഷൻ ചാനലും ആയിക്കോട്ടെ, ടെലിവിഷനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ പ്രസംഗത്തിലും ഒക്കെ വരുന്ന പരാമർശം ഈ ചർച്ചയെക്കുറിച്ചല്ലേ, അല്ലെങ്കിൽ ആ ചർച്ചയുടെ ആങ്കർമാരെ കുറിച്ചല്ലേ, അല്ലെങ്കിൽ ആ ചർച്ചയിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചല്ലേ. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ എന്താ പറയുക എതിർപ്പ് ഇതെല്ലാം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടാണല്ലോ, അതല്ലാതെ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടല്ലല്ലോ. ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികൾ ചില ചാനലുകൾ ബഹിഷ്കരിക്കാൻ തീരുമാനം എടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ 23 മണിക്കൂറിലെ വാർത്തയുമായി ബന്ധപ്പെട്ട കാരണങ്ങളല്ല, മറിച്ച് ഈ 1 മണിക്കൂറിലെ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ CPM ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പാനലിസ്റ്റുകളെ തരുന്നില്ല എന്ന് എല്ലാ മീഡിയയോടും പറഞ്ഞു. ഒറ്റ കാരണമുള്ളൂ, അത് വയനാട് DCC ട്രഷററുടെ ആത്മഹത്യ ചർച്ചയാക്കിയില്ല. അപ്പോൾ ആ വിഷയം കാര്യമായി പകൽ വന്നല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതല്ല, നിങ്ങളുടെ പ്രൈം ടൈമിൽ ഈ വിഷയം ചർച്ച ചെയ്തില്ല. അതിലാണ് CPM വലിയ തോതിൽ ആശങ്കാകുലരായത്. ശരിക്കും ആ വിഷയം ചർച്ചയ്ക്ക് എടുത്തിരുന്നു, പക്ഷെ അന്നാണ് ഉമാ തോമസിന്റെ അപകടം. ഏതാണ്ട് ആ സമയത്താണ് വൈകുന്നേരം 6:45 ആ വാർത്ത വന്നത്. അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അന്നത്തെ ദിവസത്തെ ചർച്ച മാറ്റിവെച്ച് എല്ലാവരും ഉമാ തോമസിന്റെ വാർത്തയിലേക്ക് പോയി. ഇതാണ് സംഭവിച്ചത്. പക്ഷേ പ്രൈം ടൈമിൽ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തില്ല എന്ന് പറഞ്ഞാണ് CPM ശക്തമായ പ്രതിഷേധം മാധ്യമങ്ങളുടെ മുമ്പിൽ ഉന്നയിച്ചത്, ടെലിവിഷൻ മാധ്യമങ്ങളുടെ മുമ്പിൽ ഉന്നയിച്ചത്. ഞാൻ പറഞ്ഞ എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ പ്രൈം ടൈം ചർച്ച തന്നെയാണ് ജനങ്ങൾ ഇപ്പോഴും ഓരോ ചാനലിനെ സംബന്ധിച്ചും അവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായും അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും ആധാരമായും ഒക്കെ കാണുന്നത്. ഓക്കെ, ഈ പ്രൈം ടൈം ഡിബേറ്റുകളിൽ ഒരു ആസ്ഥാന ഗസ്റ്റുകൾ എന്നുള്ളൊരു പ്രയോഗം എപ്പോഴും ഫേസ്ബുക്ക് ചർച്ചകളിൽ കാണാം. നിരീക്ഷകരായ ആളുകൾ, അതിപ്പോൾ പരിസ്ഥിതി വിഷയം വരുമ്പോൾ അവിടെ പരിസ്ഥിതി നിരീക്ഷകനാവുന്നു, രാഷ്ട്രീയ വിഷയം വരുന്നു വാരനിരീക്ഷകൻ, പലതരത്തിലുള്ള ട്രോളുകളെ കാണാറുണ്ട്. അപ്പോൾ ഈ ഗസ്റ്റുകളെ കിട്ടാത്ത പ്രശ്നം കൊണ്ടാണോ, അല്ല ചില ചാനലുകൾക്ക് ചില ഫിക്സഡ് ഗസ്റ്റുകൾ എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ? ഇപ്പോൾ ഓരോ ചാനലുകളുടെയും കാര്യം അവരാണ് പറയേണ്ടത്. ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയും, ഇപ്പോൾ ഒന്ന് ഗസ്റ്റുകളെ കിട്ടാൻ പ്രശ്നമുണ്ട്, അതൊരു വസ്തുതയാണ്. കാരണം നമുക്ക് ഈ പാനലിസ്റ്റുകളെ, ഏറ്റവും ആപ്റ്റായിട്ടുള്ള പാനലിസ്റ്റുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. 1. 2, ഈ ആളുകൾക്ക് ഫെമിലിയർ ആവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഫേസുകളെയാണ് അന്വേഷിക്കുക. അപ്പോൾ അങ്ങനെ ഫെമിലിയറായ ആൾ വേണം. അതേസമയം തന്നെ എന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഒരേ ആൾ വന്നു കഴിഞ്ഞാൽ അതും ആളുകളെ മടുപ്പിക്കും. ഇതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ചാനൽ ആങ്കർമാർ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. രാഷ്ട്രീയ പാർട്ടി ഗസ്റ്റുകളെ സംബന്ധിച്ചപ്പോൾ നമുക്ക് ചോയ്സ് ഇല്ല. അതായത് രാഷ്ട്രീയ കക്ഷികൾ അവരുടെ പാനലിസ്റ്റുകളെ ഡിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചതോടുകൂടി നമുക്ക് ആ ചോയ്സ് ഇല്ല. രാഷ്ട്രീയ പാർട്ടിക്കാരല്ലാത്ത ഗസ്റ്റുകളുടെ കാര്യത്തിലാണ് നമുക്ക് ചോയ്സ് ഉള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ പല ഘടകങ്ങൾ വരും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമുക്ക് വളരെ നന്നായി എഴുതുന്ന
നമുക്ക് വളരെ താല്പര്യമുള്ള ആളുകളുണ്ടാവും, നന്നായി എഴുതുന്ന, നന്നായി ഒരു വിഷയം അഗാധമായി പഠിച്ചിട്ടുള്ള ആളുകൾ. പക്ഷെ അവർ ഒന്ന് ടെലിവിഷനിൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്തവരാകാം. കാരണം ടെലിവിഷനിൽ കുറച്ച് സമയം കൊണ്ട് പറയണ്ടേ, ഷാർപ്പായി പറയണ്ടേ. അതിപ്പോൾ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. നമ്മുടെ തന്നെ പ്രധാനപ്പെട്ട പ്രാസംഗികരായ നേതാക്കളിൽ തന്നെ ടെലിവിഷൻ ചർച്ചയ്ക്ക് വരാൻ കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകളുണ്ട്, എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അത് ഇതിൻ്റെ ഒരു ഫോർമാറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ താല്പര്യമില്ലാത്തവർ, ആത്മവിശ്വാസമില്ലാത്തവർ, ഈ ടെലിവിഷനിൽ വന്നാൽ ശോഭിക്കാത്തവർ, ഇങ്ങനെ കുറേ അധികം ഘടകങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ കുറച്ച് പേര് മാത്രമായി പോകുന്നത്. ആവർത്തന വിരസത എന്നുള്ളത് ഘടകമാണ്. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പോൾ നമുക്ക് പുതിയ താരങ്ങളെ, പുതിയ താരോദയങ്ങൾ ഉണ്ടാവേണ്ടതാണ് എന്നുള്ളത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ പരസ്യമായി രാഷ്ട്രീയം പറയുന്ന, അതിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തല്ലുപിടിക്കുന്ന ആളുകളെ ഈ നിരീക്ഷകൻ എന്നുള്ള ലേബൽ കൊടുത്തിട്ട് ചർച്ചയ്ക്ക് ഇരുത്തുന്നതിനൊരു പ്രശ്നമില്ലേ? ഞാൻ പരമാവധി അങ്ങനെ ചെയ്യാറില്ല. ഇതിൻ്റെ ഒരു വേറൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ആളുകൾക്ക്, ഇവിടെ സൂചിപ്പിക്കുന്ന ആളുകൾക്ക് കൃത്യമായ അവരുടെ രാഷ്ട്രീയ പക്ഷപാതിത്വം ഉണ്ടാവും. പക്ഷെ അവരൊരു പാർട്ടിയുടെ ഭാരവാഹിയോ അല്ലെങ്കിൽ അതിലെ മെമ്പറോ ആയിരിക്കില്ല. അപ്പോൾ CPM മെമ്പർ അല്ലാത്ത ഒരാളെ, അതേസമയം CPM അഭിപ്രായം, CPMൻ്റെതായ നിലപാട് പറയുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. പക്ഷേ അയാളെ CPM എന്ന് എഴുതി കാണിച്ചാൽ അദ്ദേഹവും സമ്മതിക്കില്ല, ആ പാർട്ടിയും സമ്മതിക്കില്ല. ഞങ്ങളുടെ ആളല്ല. ഇപ്പോൾ റെജി ലൂക്കോസ്, അദ്ദേഹം CPM സഹയാത്രികൻ. അപ്പോൾ അദ്ദേഹത്തെ CPM ആയി ആ പാർട്ടി, ഞങ്ങളുടെ ഒഫീഷ്യൽ പ്രതിനിധിയായ പാർട്ടി അംഗീകരിക്കത്തോടത്തോളം കാലം എനിക്ക് അങ്ങനെയല്ലേ എഴുതി കാണിക്കാൻ പറ്റുള്ളൂ, അനുകൂലിന്നോ അല്ലെങ്കിൽ സഹയാത്രികനോ, ഈ ഓരോ ആളെ സംബന്ധിച്ചും. അതിപ്പോൾ നമ്മുടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ്, പരിമിതിയാണ്. അല്ലാതെ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുന്നതല്ല. ഈ അഭിലാഷിന്റെ ചർച്ചകൾ എടുത്താൽ ഏറ്റവും കൂടുതൽ തർക്കിച്ചത് RSS പരമായിട്ടാണ്. അപ്പോൾ അത് ഈ പറയുന്ന കുട്ടിക്കാലം മുതലുള്ള ഒരു രാഷ്ട്രീയ ബോധ്യത്തിന്റെ പുറത്താണോ? കൂടുതലായി തർക്കിച്ചത് RSSകാരുമായിട്ടായിരിക്കും. അപ്പോൾ അതിന് പറ്റുന്ന തരത്തിലുള്ള വിഷയങ്ങൾ വരികയും അങ്ങനെ ഒരു തർക്കമുണ്ടാവുകയും ചെയ്തതാണ്. നമ്മൾ കഴിഞ്ഞൊരു 10-15 കൊല്ലത്തെ ഒരു രാഷ്ട്രീയം എടുത്താൽ തന്നെ നമുക്കറിയാമല്ലോ, ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയാണ് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സ്. ഹിന്ദുത്വ രാഷ്ട്രീയം കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടിലാണ് അതിൻ്റെ ഒരു പീക്ക് അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെയാണ് ഞാൻ മാധ്യമപ്രവർത്തനം നടത്തിയിരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ 90കളുടെ ആദ്യമാണ് മാധ്യമപ്രവർത്തനം നടത്തിയിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഉദാരവൽക്കരണത്തെക്കുറിച്ചോ അത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും കൂടുതൽ ചർച്ച ചെയ്തിട്ടുണ്ടാവുക. ഇത് ഈ കാലഘട്ടം ഹിന്ദുത്വയുടെ കാലഘട്ടമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉയർച്ചയുടെ, അത് അപ്രമാദിത്വം നേടിയ കാലഘട്ടമാണ്. അപ്പോൾ അതാത് കാലഘട്ടങ്ങളിലുള്ള വിഷയങ്ങൾ ആണല്ലോ നമ്മൾ കൂടുതലായി സംവദിക്കുക. ഈ രാഷ്ട്രീയ നേതാക്കളുമായി അല്ലെങ്കിൽ ഈ പാനലിസ്റ്റുകളുമായിട്ടൊക്കെ ചർച്ചയ്ക്ക് പുറത്തുള്ള ബന്ധം എങ്ങനെയാണ്? കാര്യമായി ഊഷ്മളമാണ്. പക്ഷേ ചില ആളുകൾ പിണങ്ങിയിട്ടുമുണ്ട്, പിണങ്ങുന്ന ആളുകളുണ്ട്. പേര് പറയാതൊക്കെ പറ്റിയ അതിന് അനുഭവങ്ങളുണ്ട് ഇതിൽ എപ്പിസോഡുകളൊക്കെ അങ്ങനെ. അല്ല, ഇപ്പൊ ഏത് പേരാ? അല്ലെ, ഏത് നേതാക്കളുടെ പാനലിസ്റ്റുകളുടെ ഒക്കെ ഇപ്പൊ ഈ ചർച്ചയ്ക്ക് വന്നതിന്റെ പേരിൽ പിന്നീട് പിണങ്ങി മിണ്ടാതായ ആളുകളോ അതല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. ഇപ്പം ഞാൻ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശത്തിൻ്റെ സമയത്ത് പാലക്കാടുണ്ട്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെയുണ്ട്. അപ്പോൾ ഞാൻ ശോഭാ സുരേന്ദ്രനെ അടുത്ത് പോയി സംസാരിച്ചു. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ മറ്റ് നേതാക്കളുണ്ട്. അപ്പോൾ പുള്ളിക്കാരി അവരോട് പറയാണ്, ഞാൻ ഒരു കാലത്തും ഇനി ചർച്ചയ്ക്ക് പോവില്ല എന്ന് പറഞ്ഞ ഒരാളില്ലേ, അയാളാണ് ഈ നിൽക്കുന്നതെന്നാണ് എന്നെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നിട്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് മഞ്ഞൾ ശോഭ എന്ന വിളിപ്പേര് വാങ്ങിച്ചു തന്നത് നിങ്ങളാണ്. സത്യത്തിൽ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായതാണ്. പക്ഷേ അതിന് മുമ്പുള്ള കാലത്ത് സ്ഥിരമായി ചർച്ചയിൽ വരുമായിരുന്നു. പക്ഷേ ഒരു ഇൻ്റർവ്യൂവിൽ കുറച്ച് എന്താ പറയുക, കുറച്ച് കോൺഫ്ലിക്റ്റ് വന്നു. അങ്ങനെ പക്ഷേ എന്നാൽ വളരെ വലിയ വാഗ്വാദം ഉണ്ടായിട്ടും പിന്നെ നല്ല ബന്ധമുള്ള ആളുകളുണ്ട്. ഇപ്പോൾ B. ഗോപാലകൃഷ്ണൻ ഞാൻ ഒരുപാട് തവണ ഭയങ്കരമായിട്ട് ടെലിവിഷനിൽ ഏറ്റുമുട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ പിന്നീട് ചർച്ചയ്ക്ക് വരാറുണ്ട്. അതിൽ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടായിട്ടില്ല. പക്ഷേ തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ അങ്ങനെ വേറെ, അതായത് വിദ്വേഷത്തിൻ്റെതായ പ്രശ്നമില്ല, എത്തിയിട്ടില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ചിലർ പക്ഷേ പിണങ്ങിപ്പോവും, വൈമനസ്യം കാണിക്കുന്ന ആളുകളുണ്ട്, ചിലർ അങ്ങനെ ഉണ്ട്. ഓക്കെ, ഈ ചർച്ചകൾക്ക് വിളിക്കുന്ന ഗസ്റ്റുകൾ ഉണ്ടല്ലോ, അപ്പോൾ ഇതിന്റെ ശരിക്കും മാനദണ്ഡം വെക്കുന്നത് ആങ്കർ ആണോ അല്ല സ്ഥാപനമാണോ? ഇതിന്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് മാനദണ്ഡം എന്ന് പറയുന്നത്? പിന്നെ ഗസ്റ്റിന് നമ്മൾ വിളിക്കാം, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു പൊതുവിഷയങ്ങളാണ്, അപ്പോൾ രാഷ്ട്രീയ പാർട്ടി വിഷയങ്ങളാണെങ്കിൽ അതാത് നിന്ന് അത് ആങ്കർമാർ തന്നെയാണ്. സ്ഥാപനമോ അല്ലെങ്കിൽ എഡിറ്റോറിയൽ ബോർഡോ ഒന്നും ഇന്ന ആളുകളെ വിളിക്കണം അങ്ങനെ അതിന് ഇടപെടാറില്ല. ആങ്കറുടെ വ്യക്തിബന്ധമോ അല്ലെങ്കിൽ ആങ്കറുടെ ചോയ്സ് അതൊക്കെ അനുസരിച്ചിട്ടാണ് അതിലേക്ക് ആളുകളെ എത്തിക്കാറുണ്ട്. അല്ല, കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കൊക്കെ അവർക്ക് വളരാനുള്ളൊരു അവസരം കൂടെ ആണല്ലോ ഇത്തരം ചർച്ച. അതെ, അതിലിപ്പോൾ കുറച്ച് നേതാക്കൾക്ക്, പ്രത്യേകിച്ച് യുവ
നിരയിലുള്ള നേതാക്കൾക്കൊക്കെ കുറേ പരാതികളുണ്ട്. അതായത് നിങ്ങളെ ചില ആളുകളെ മാത്രം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യും. സത്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. ഒന്ന് രാഷ്ട്രീയ പാർട്ടി ഗസ്റ്റുകളെ അതാത് പാർട്ടികളിലെ പാനൽ ആണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ കുറച്ച് ഡിമാൻഡ്സ് വെക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവർ പറയുന്നതില്ല നിങ്ങൾ പാർട്ടിയോട് ആവശ്യപ്പെട്ടാൽ ഞങ്ങളെയും ഉൾപ്പെടുത്തും. അതെ ഉണ്ട് എന്നൊക്കെയാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ ഈ നമ്മുടെ പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകരുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണണം. അപ്പോൾ ഈ ഫെമിലിയാരിറ്റി വളരെ ഷാർപ്പായി പറയാനുള്ള കഴിവ്. ഇപ്പോൾ ആങ്കറോട് നന്നായിട്ട് തർക്കിക്കുന്ന ആളോട് നമുക്ക് ദേഷ്യമല്ല, കാരണം ഇത് കാണണമല്ലോ, ആള് വ്യൂവർഷിപ്പ് വേണ്ടേ, രസം പിടിക്കാൻ. അതെ വ്യൂവർഷിപ്പ് വേണ്ടേ. അപ്പോൾ നന്നായിട്ട് തർക്കിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അല്ലാണ്ട് നമ്മളോട് തർക്കിക്കുന്ന ഒരാളെ നമ്മൾ ഒഴിവാക്കല്ല ചെയ്യുക, നേരെ തിരിച്ചാണ് പല